ആഫത്ത് മുസീബത്തുകള് റാഹത്താക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഈ പരിപാടിയിലേക്ക് സംഭാവന തന്നവർ 1000, 2000 അങ്ങനെ പല സംഭാവനകൾ 100 മുതൽ 1000 വരെ, 2000 വരെ, 3000 വരെയൊക്കെ തന്നവര് അല്ലാഹ് ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻ ബദരീങ്ങളാ ഹാദിറുണ്ട് വിടത്തിലും തൻ മുറാദ് പോൽ ക്ഷണം ഹാസിലാ. ബദരീങ്ങളെ പേരല്ലേ നമ്മൾ ചൊല്ലിയത്? അവരെ നല്ല ഖാലിസായ കരുത്തുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചാൽ, അവരെ പേര് വിളിച്ചാൽ എന്തുണ്ടാകും? ഹാദിറുണ്ട് എവിടത്തിലും അവരെ റൂഹ്, ആ ബദരീങ്ങളെ അർവാഹ്, അത് എല്ലാ സ്ഥലത്തും അവരെ കൊണ്ട് നമ്മൾക്ക് സഹായം കിട്ടും. ദുനിയാവിലും സഹായം കിട്ടും, ആഖിറത്തിലും സഹായം കിട്ടും. അല്ലാഹു ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن يطع الله والرسول فأولئك مع الذين أنعم الله. ബദരീങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് എന്നപ്പോ നമ്മൾ പറയണത്. അത് എവിടെ ഖുർആനിലുണ്ടോ? ഉണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഓതുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ومن يطع الله والرسول. ഖുർആനിൽ അല്ലാഹു പറയാം, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെട്ടാൽ ഫഉലൈക അങ്ങനെ വഴിപ്പെടുന്നവർ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ പറ്റിയാണ് ആ പറയുന്നത്. വഴിപ്പെടണം. റസൂലുള്ളാഹി പറഞ്ഞു 5 നേരം നിസ്കരിക്കണമെന്ന്. അപ്പൊ നമ്മൾ വഴിപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നോടും നിങ്ങളോടും സുബഹിന്റെ മുമ്പ് എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇപ്പൊ നമ്മളാരും നിസ്കരിക്കേണ്ടതില്ല, ഞങ്ങൾ നിസ്കരിക്കുന്നില്ല. കാരണം നിസ്കാരം വേണ്ടാത്തൊരു ദർജയിലേക്ക് ഞങ്ങൾ എത്തിപ്പോയി എന്ന് പറഞ്ഞാലോ അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനെതിരാണ്. റസൂലുള്ളാഹി പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിൽ ബുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കണം എന്നാണ്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും വസിയ്യത്ത് പറഞ്ഞത് നിസ്കരിക്കണം എന്നാണ്. അങ്ങനെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ എല്ലാം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ വഴിപ്പെട്ടാൽ ആ വഴിപ്പെട്ടവരെ പറ്റി അല്ലാഹ് പറയുന്നത് എന്താണ്? ഫഉലൈക അങ്ങനെ വഴിപ്പെട്ടവർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെയാണ്. ആ വഴിപ്പെട്ടവർ മുഅ്മിനീങ്ങൾ അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെയാണ്. അല്ലാഹു ആർക്കാ നിഅമത്ത് ചെയ്തത്? മിനൻ നബിയീന, അമ്പിയാക്കന്മാർക്ക് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കന്മാരെ കൂടെ ഉണ്ടാവും. അതിന് നിസ്കരിക്കണം. ഞാനിപ്പോ നിസ്കാരം ആവശ്യമില്ലാത്ത ദർജയിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ കൂടെ ആകാൻ പറ്റൂല. മിനൻ നബിയീന വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളെ കൂടെയാണ്. വശുഹദാഇ, ശുഹദാക്കളെ കൂടെയാണ്. ഏറ്റവും വലിയ ശുഹദാക്കൾ ആരാണ്? വലിയ ബറക്കത്തുള്ള ശുഹദാക്കൾ ബദരീങ്ങൾ ശുഹദാക്കളാണ്. ബദറിൽ 14 പേരാണ് മരണപ്പെട്ടതെങ്കിലും നമ്മളെ ബദർ മൗലിദിൽ പറയുന്നുണ്ട് വൽ ബാഖൂന മഅ്ജൂറൂന മിസ്ലഹും, ബാക്കിയുള്ളവരും അതായത് മരിക്കാത്തവരും ബദറിന്റെ പടക്കളത്തിൽ ഷഹീദാകാത്തവരും ആരെപ്പോലെയാണ്? ഷഹീദായവരെ പോലെയാണ്. ഷഹീദാകാത്തവരും ശുഹദാക്കളെ പദവിയാണ്. അതെങ്ങനെ ഉണ്ടാവുക? അവര് മരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ്. അവര് ജീവനോടെ മടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നതല്ല, മരിക്കണം എന്ന് ആഗ്രഹിച്ചു വന്നു. അവര് മരിക്കാതെ ഷഹീദാകാതെ ജീവനോടെ മടങ്ങി. അപ്പൊ ജീവനോടെ മടങ്ങിയവരും ശുഹദാക്കളെ പോലെ തന്നെ
കൂലി ഉള്ളവരാണ്. 300 ചില്ലുവാനം വരുന്ന ബദരീങ്ങളിൽപ്പെട്ട എത്ര ആളാ ഷഹീദായത്? 14 ആൾ. എത്ര ആളാ മോനെ? 14 ശുഹദാക്കളാണ് ഷഹീദായിട്ടുള്ളത്. ആ ഷഹീദാകാത്തവരും വൽബാഖൂന മഅ്ജൂറൂന മിസ്ലഹും എന്ന് നമ്മളെ ബഹുമാനപ്പെട്ട എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദുമാരെ പരമ്പരയിലുള്ള ഒരു ഉസ്താദാണ് ആര്? വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന ഉസ്താദ്. ആ ഉസ്താദ് നമ്മളൊക്കെ പരമ്പരയിലുള്ളതാണ്. ഇന്നത്തെ എല്ലാ സഖാഫികള്, ഫൈസികള്, അഹ്സനികള്, ദാരിമികള് അവരൊക്കെ ഉസ്താദുമാരെ പരമ്പരയിലുള്ള ആളാണ് ശൈഖുന വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. മഹാനവർകൾ ക്രോഡീകരിച്ചതാണ്. പൊന്നാനിക്കാരനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ഉസ്താദ് ക്രോഡീകരിച്ചതാണ് ബദർ മൗലിദ്. അതിൽ പറയാണ് വൽബാഖൂന മഅ്ജൂറൂന മിസ്ലഹും, ഷഹീദാകാത്തവരും ശുഹദാക്കളെ പദവി ഉള്ളവരാണ്. അതാണ് അല്ലാഹു പറയുന്നത് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, നബിമാരുടെ കൂടെയാണ്, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, വശുഹദാഇ, ശുഹദാക്കളുടെ കൂടെയാണ്, വസ്സാലിഹീന, സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. അപ്പൊ എന്ത് വേണം? കൂടെയാകണമെങ്കിൽ എന്ത് വേണം? അപ്പൊ കൂടെയാണ് അവർ നമ്മളെ കൂടെ ഉണ്ടാകും. ഉണ്ട് അല്ലാഹു ഈ മജ്ലിസ് ബദരീങ്ങളെ റൂഹുമായി ബന്ധമുള്ള മജ്ലിസാക്കണം അല്ലാഹ്. ഇവിടത്തെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ബദരീങ്ങളാണ്ട് ബഹുമാനപ്പെട്ട റമദാൻ 17-ാം രാത്രിയിൽ ഇവിടെ നടക്കുകയാണ്. തങ്ങൾ അറക്ക് സമീപം മീലാദ് നഗറിലല്ലേ നടക്കുമ്പോ ഒരാട് തരാമെന്ന് പറഞ്ഞല്ലോ സയ്യിദ് ഫത്ഹുല്ല ആറ്റക്കോയ തങ്ങൾ ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖൈറായ മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ബദരീങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ദുആർക്കും. ഇന്ന് അസ്മാഉൽ ബദർ ചൊല്ലിയതായ സ്റ്റേജാണ്, ബദരീങ്ങളെ പേര് ചൊല്ലിയ സ്റ്റേജാണ്. ഇന്നത്തെ പരിപാടിന്റെ ലാസ്റ്റാണ്. ചില സഹോദരന്മാര് പറഞ്ഞു കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന് പ്രവർത്തകര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ട് നീട്ടാൻ പറ്റൂല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് കൂടുതൽ എന്താക്കാൻ പറ്റൂല, ശാലഫാർക്കാൻ പറ്റൂല. കുറച്ചൊക്കെ ഫാർത്താലും കുഴപ്പമില്ല അല്ലേ. നാളെ പരിപാടി ഉണ്ടല്ലോ അല്ലേ? നാളെ പരിപാടി ഉണ്ട്. എവിടെ പരിപാടി ഉണ്ട്? എല്ലാവർക്കും ഉള്ള പരിപാടി അവനവന്റെ വീട്ടിലാണ്. അവിടെ പോയി അസ്മാഉൽ ബദർ ചൊല്ലുന്ന പരിപാടിയാണ്. ഇവിടത്തെ തങ്ങൾ അറക്ക് സമീപമുള്ള പരിപാടി ഇനി മറ്റന്നാളെ ഉണ്ടാവുക. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ബദരീങ്ങളെ വലിയ ബറക്കത്തല്ലേ. യാ സാദത്തൽ ബദരി സലാമു അലൈക്കും നർജുൽ ഗിയാസ വനഹ്തമി ബിഹിമാകും മുസ്തൈഖിനീന ബിഫദ്ലികും വഉലാകും ഫതഖബ്ബലു ബിറിദാകും റളിയല്ലാഹു അൻകും വഖല്ലിസ്നാ ബിഹിം യാ അല്ലാഹ്. അപ്പൊ ഇന്നലെ നമ്മൾ നിർത്തിയ വിഷയം എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങളൊന്ന് എണീച്ച് നിൽക്കും. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ബദരീങ്ങളെ പേരിൽ ഒരു എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. ബദരീങ്ങളെ പേരിലും അതേ ഫാത്തിഹ നമ്മളിൽ നിന്ന് മൗത്തായവർ അല്ലേ, ഇവിടെല്ല പലരുടെയും ബന്ധുക്കൾ മരിച്ചുപോയി, ബാപ്പമാര് മരിച്ചുപോയി. എന്റെ വാപ്പയടക്കം 10ാം ക്ലാസ്സിൽ SSLCക്ക് ഞാൻ ജയിച്ചപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഏതായാലും ഇനി പ്രീ ഡിഗ്രി, അന്ന് അങ്ങനെയാണ്, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി പഠിക്കാൻ പോവാ എന്ന് എന്റെ വാപ്പ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ എന്റെ വാപ്പ എന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വിട്ടില്ല, ദർസിലേക്ക് പഠിക്കാൻ വിട്ടത് കൊണ്ടല്ലേ ഇന്ന് എനിക്ക് ഇമാമത്ത് നിൽക്കാൻ സാധിക്കുന്നത്, ഖതീബാകാൻ ജുമുഅക്കും മറ്റും. ജുമുഅക്കും നിക്കാഹിനും ഗ്രഹണ നിസ്കാരത്തിനും പെരുന്നാൾ നിസ്കാരത്തിനും നീ മഴയത്തേടുന്ന നിസ്കാരം ഉണ്ടെങ്കിൽ അതിനും. അതുവരെ മഴയത്തേടുന്ന നിസ്കാരത്തിന് ഖതീബായിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ അതും ഖതീബാവും. അതിനൊക്കെ യോഗ്യത കിട്ടിയത് എന്തുകൊണ്ടാണ്? എന്റെ വാപ്പ എന്നെ SSLC കഴിഞ്ഞപ്പോ ദർസിലേക്ക് പഠിക്കാൻ വിട്ടത് കൊണ്ടാണ്, പള്ളി ദർസിലേക്ക് പഠിക്കാൻ വിട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടി വിടണം. അതേ നമ്മളെ പറഞ്ഞയച്ച നമ്മുടെ വാപ്പമാര്, നമ്മുടെ ബഹുമാനപ്പെട്ട ഇയാളുടെ ഉബൈദുള്ള ഉസ്താദിന്റെ വാപ്പ
അയാൾ ആ പേരെന്താണ്? ബുർഹാനുദ്ദീൻ തങ്ങളെ പുസ്തകം പരിശോധിച്ചാൽ മനസ്സിലാവും എന്ത് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം. അല്ലാഹു അങ്ങനെയുള്ള മഹാന്മാരായ ആലിമീങ്ങളുടെ ഹദറത്തിലേക്ക്, നമ്മളെ വാപ്പമാരുടെ ഹദറത്തിലേക്ക്, നമ്മളെ ഉമ്മമാരെ ഹദറത്തിലേക്ക് ഇപ്പൊ നമ്മൾ എന്തായിട്ടുണ്ട്? അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ സവാബ് അവരുടെ ഹദറത്തിലേക്കൊക്കെയും ഞങ്ങളെ മൗത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങളെ ഹദറത്തിലേക്കും എത്തിക്കണേ റഹ്മാനേ. റമദാനിലെ മൗത്തായ നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിൽ വഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട്, മഹദികളുണ്ട്. ഒരു ഫാത്തിഹ ഓത്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓത് മോനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എല്ലാവർക്കും അധികം നിൽക്കാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ്. പലർക്കും പല ബുദ്ധിമുട്ടാണ്. നമ്മളാരും ഉണ്ടാവൂല, ഒന്നും ചെയ്യൂല, നടക്കൂല, ഇരിക്കൂല. കാലിന്റെ മുട്ടിന്റെ നൊമ്പലം വന്നാൽ, വേദന വന്നാൽ ഇംഗ്ലീഷ് ഡോക്ടർ പറയും യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് പറയും. എന്നോടും പറഞ്ഞു 5 കൊല്ലം മുമ്പ് ഡോക്ടർ ജോസഫ് ചെമ്മാടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കോഴിക്കോട് പോയി. ഇംഗ്ലീഷ് ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്, കോണി കയറാൻ പാടില്ല, പിന്നെ അയാൾക്ക് നിസ്കരിക്കുന്ന വിഷയം അയാൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും അത്തഹിയാത്തിന് ഇരിക്കേണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷെ കക്കൂസിൽ ഇരിക്കുമ്പോൾ സാധാ ഇരുത്തം ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ യൂനാനി ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അജ്മൽ, പ്രശസ്തനായ കോഴിക്കോട്ട് കല്ലായിലുള്ള ഭയങ്കര തിരക്കുള്ള ഡോക്ടറാണ്. മൈസൂര് മുതൽ, കർണാടക മുതൽ, തമിഴ്നാട് മുതൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പേഷ്യന്റ് ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, യൂനാനി ഡോക്ടർ അജ്മൽ എന്നോട് പറഞ്ഞു, കാലിന് മുട്ടുവേദന ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഞങ്ങൾ എന്ത് വേണം? നല്ലോണം ഇരിക്കണം, കാലും മടക്കണം, സാധാ കക്കൂസിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് പറഞ്ഞു. യൂറോപ്യൻ ക്ലോസറ്റിൽ തീരെ ഇരിക്കരുത് എന്നാണ് അയാളുടെ നിർദ്ദേശം. ഞാൻ എന്ത് ചെയ്തു? ഈ 2ാമത്തെ നിർദ്ദേശം യൂറോപ്യൻ ക്ലോസറ്റിലെ ഇരുത്തം ഒഴിവാക്കി. ആദ്യം തന്നെ ഒഴിവാക്കിയല്ല, തുടങ്ങിയില്ല എന്നർത്ഥം. അപ്പൊ എന്താ, 5 കൊല്ലം മുമ്പ് ഞാൻ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ തുടങ്ങാത്തത് കൊണ്ട് ഇപ്പോഴും എനിക്ക് എന്താകുന്നുണ്ട്? ആ തഹിയാത്തിൽ, 1ാമത്തെ തഹിയാത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കക്കൂസിൽ, സാധാ കക്കൂസിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താക്കരുത്? ഞാൻ പറഞ്ഞ കാലിന്റെ മുട്ടിന്റെ വേദന ഉള്ള ആൾക്കാർ മുട്ടിൽ വേദന വരുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും ഇംഗ്ലീഷ് ഡോക്ടറെ വർത്താനം കേട്ടിട്ട് എന്താക്കാൻ പാടില്ല? കക്കൂസ് യൂറോപ്യൻ ക്ലോസറ്റ് ആക്കാൻ പാടില്ല, മടക്കുക, നിർത്തി. അതെന്റെ മരുന്നാണ് ഡോക്ടർ അജ്മൽ എന്നോട് പറഞ്ഞത്. ഏതായാലും ആട്ടെ, അള്ളാഹു ശിഫയാക്കട്ടെ. അപ്പൊ ഇവിടെ ഉള്ള ഒരാളൊരു സംശയം ചോദിച്ചു, എന്ത്? ഫാത്തിഹ ഓതിയപ്പോൾ അപ്പൊ അത് ഓർമ്മ വന്നത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അവിടെ വഖഫ് ചെയ്യാം, അവിടെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ വഖഫില്ല. അത് ശരിയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അവിടെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ളടത്ത് വഖഫില്ല. ശരിക്കും അത് ശരിയാണ്. അവിടെ ആയത്ത് അവസാനിക്കുന്നില്ല. പക്ഷെ ഒരാൾക്ക് ശ്വാസം മുട്ടിയാൽ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമായാലും പറ്റിയില്ലെങ്കിൽ അയാൾ നിന്ന് പോവില്ലേ, അവിടെ സ്റ്റോപ്പായി പോവില്ലേ. പിന്നെ അയാളോട് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ശ്വാസം ഉണ്ടാവില്ല, ദമ്മ് കെട്ടിപ്പോവും അല്ലേ? ദമ്മ് കെട്ടുന്നല്ല പറയാ, പല കെട്ടുമുണ്ട്. എല്ലാ കെട്ടും അല്ലാഹു തആല തുറന്ന് തരുമാറാകട്ടെ. ദമ്മ് കെട്ടിപ്പോയാൾക്ക് പിന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി പോവല്ലോ. അപ്പോ നല്ല ശ്വാസമുള്ളവരുണ്ട്, ഒറ്റ ശ്വാസത്തിന് ഓതാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിയൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നമ്മളവിടെ ആഫീസ് കൂട്ടി പോയി അല്ലേ? إياك نعبد وإياك نستعين اهدنا الصراط المستقيم. അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ അങ്ങനെയാണ് ഓതേണ്ടത്. അവിടെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന എന്നൊന്നും അല്ല ഓതേണ്ടത്. എങ്ങനെ ഓതേണ്ടത്? കൂട്ടി ഓതുകയാണെങ്കിൽ, കൂട്ടി ഓതൽ
സുന്നത്ത് ഓരോ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പോകലാണ് സുന്നത്ത് അഫ്ളൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് അറബി ഭാഷ ഇഹ്ദിന എന്നുള്ള ഈ എന്ന അക്ഷരം വസ്ലിന്റെ ഹംസ എന്നതിന് പറയാം. കൂട്ടി വായിക്കുമ്പോൾ പോകുന്ന അക്ഷരം ആണത്. അത് കിതാബ് ഓതി പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, അറബി ഭാഷ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഏതായാലും ആട്ടെ, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കണില്ല, നിങ്ങൾ ഇന്ത്യക്കെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഏതായാലും അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ അങ്ങനെ പലയിടത്തുണ്ട്. ഞാൻ ഷേഖിലാക്കം എന്ന നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരിനോട് പറഞ്ഞു, ഇപ്പത്തെ പുതിയ മൊയ്ലിയന്മാര് പുതിയ മോഡൽ ഇറക്കിയതാണ്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ മുമ്പിൽ ആശയക്കുഴപ്പത്തിലാകുന്ന ഇറക്കാൻ പാടില്ല. സംഗതി സത്യം തന്നെ. ഏത് അല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹു സമദ് അങ്ങനെയാണ് ഓതേണ്ടത്. ഇനി ഒരാൾ കൂട്ടി ഓതുകയാണെങ്കിലോ അല്ലാഹു അഹദുലില്ലാഹു സമദ് അങ്ങനെയാണ് ഓതേണ്ടത്. ഇനി കൂട്ടി ഓതണ്ട, സാധാരണക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട. ഓതലങ്ങനെ തന്നെയാണ് കൂട്ടി ഓതുകയാണെങ്കിൽ. അങ്ങനെയാണ് അറബി ഭാഷന്റെ നിയമം. അങ്ങനെ ഒരുപാടുണ്ട്, അതൊക്കെ ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലെ നമ്മൾ പറഞ്ഞത് 3 ശത്രുക്കൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയുമോനെ. ഉറങ്ങാത്തവരൊക്കെ ആമീൻ പറയും. 4 കുട്ടികൾ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അവിടെ അതിന്റെ മസാല അത്രയാണ്, മനസ്സിലായില്ലേ? അവിടെ നിർത്തണീന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലോർത്ത് നിർത്താൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. അങ്ങനെ പാടില്ലാത്ത സ്ഥലമല്ല ഫാത്തിഹയിലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ളിടത്ത് നിർത്താൻ പാടില്ലാത്ത സ്ഥലം അല്ല. അതെവിടെ ഓതുമ്പോ ശരിക്കും പഠിക്കണം. ഒരാൾ ഓതുകയാണ് കാഫ് ഹാ യാ, അങ്ങനെ ഓതൽ അല്ല. ഹ എന്നുള്ളതിനെ കൂടുതൽ നീട്ടാൻ പാടില്ല. യാ എന്നുള്ളതിന് ഹയ്യുൻ ത്വഹറ എന്ന അത് കൂടുതൽ നീട്ടാൻ പാടില്ല. തുടക്കത്തിലുള്ള അക്ഷരത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അപ്പൊ എങ്ങനെ ഓതേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് ഹാ യാ ഐൻ സാദ്. അതിനത് കാഫ് എന്നല്ലേ കൂടുതൽ നീട്ടണം, ഹാ നീട്ടരുത്, യാ നീട്ടരുത്. അങ്ങനൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അള്ളാഹു അത് പഠിക്കാൻ, അത് പ്രകാരം ഓതാനും. അൽഹംദുലില്ലാഹ്, ഇവിടെ എന്റെ സദസ്സിലിരിക്കുന്നവരും എന്നെക്കാളൊക്കെ ഖുർആൻ ഓതുന്ന നല്ല പെണ്ണുങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. എനിക്കറിയാം ഞാൻ ഖുർആനുമായി വളരെ അകലെയാണ്. അള്ളാഹു നമ്മളെ കൂടുതൽ അടുപ്പിച്ചു തരണേ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. 3 ശത്രുക്കൾ. 1 ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിന്റെ ബാക്കി തന്നെ പറയാം. 1 ആര്? ഉത്ബത്ത് ലഅനത്തുല്ലാഹി. അയാളുടെ പേരെത്ര? അയാളുടെ വയസ്സെത്ര? ഉസ്കാ ഉംർ കിത്നാ ഹേ? അയാളുടെ വയസ്സ് എത്ര ഹേ എന്ന് ഇപ്പൊ പറഞ്ഞത്? എത്ര? 63 വയസ്സുണ്ട്. 60 വയസ്സുണ്ട്. ആർക്ക്? ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അയാളെ ഇളയോൻ ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അയാളെ മകൻ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. അതിൽ ഹംസ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അതുപോലെ അലി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അതുപോലെ ഉബൈദത്ത് എന്ന സ്വഹാബി. 3 സ്വഹാബികളും 3 ശത്രുക്കളും അതാ നേർക്ക് നേരെ യുദ്ധം നടക്കുമ്പോ ഹംസത്തുൽ കറാർ തങ്ങളുടെ യുദ്ധമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതെന്തായി നമ്മൾ അതിന്റെ ഫലം പറഞ്ഞോ? ലാസ്റ്റ് പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഇരിപൂറം തഹയ്യറിനാൽ നിലക്കവെ ഇഗൽ ഹംസ ശൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു ബെട്ട് കൊടൈ ഉടനെ തടുക്കവേ ഈറമുറ്റിക്കൂടെ ശൈബത്തേക കുത്ത് താനൊഴുത്ത് തേറി ഹംസ പാട കടുകത്താൽ അടിത്തിട്ടോൻ തടുത്ത് കടവോട്ട് നീട്ടും അടവോട്ട് ചാട്ടും തടമിട ആടൽ കൊടു തുടർ പിന്നെ കടുകട തടിപേടും പിന്നെ പല്ല പാടുമേ തീര ചോടുര തൊയിൽ കരിശണമാൽ. ഹംസത്തുൽ കറാർ തങ്ങളുടെ യുദ്ധമാണ്. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവേ. ആ യുദ്ധം കണ്ടിട്ട് ഹംസത്തുൽ കറാർ തങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആ ശത്രുവിന്റെ പേരെന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ശൈബത്ത്
അല്ലേ? അതെ, ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവേ രണ്ടു കൂട്ടരും കാണുന്ന ആൾക്കാർ, ഒരു ഭാഗം സ്വഹാബത്തിന്റെ ഭാഗം, മറ്റേ ഭാഗം മുശ്രിക്കീങ്ങളുടെ ഭാഗം, രണ്ടു കൂട്ടരും ഭയങ്കര തഹയ്യറാണ്, പരിഭ്രാന്തരായി. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നൊന്നും പൊടുത്തല്ല. ആ നിലയ്ക്ക് ഈഗൽ ഹംസ ശൈബത്തുമായി തിരക്കവേ, ഈഗൽ ഹംസ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു, ശൈബത്തിനോടാ പടം വരുന്നത്, ശൈബത്തുമായി തിരക്കവേ ശൈബത്തിന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ അടാ അതാ 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 നിൽക്കുന്നത്, അതാടാ എന്ത് ഹൗദ് കുടിക്കടാ 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 കുടിക്കടാ, ഹൗദിന്റെ അടുത്ത് പോയി കുടിക്കട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്, ഹൗദിന്റെ അടുത്തേക്ക്. അപ്പൊ ഉരം ഹരി ശരി ഹംസത്താൻ അടുക്കവേ ഒരു ബെട്ട് കൊടയി, ഹംസ റളിയല്ലാഹു അൻഹു ബെട്ട് കൊടുത്തു. ആർക്ക്? ശൈബത്തിലേക്ക്. ഉടനെ തടുക്കവേ അവനത് തടുത്തു. ഒരു ബെട്ട് കൊടൈ ഉടനെ തടുക്കവേ അവൻ കളരി അഭ്യാസമുറപ്രകാരം, അവൻ എന്ന് പറഞ്ഞാൽ ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഈറമുറ്റി കൂടെ ശൈബത്തിന് ഈറമുറ്റി എന്ന് പറഞ്ഞാൽ ഈറ പിടിച്ചു എന്നർത്ഥം, അതായത് ദേഷ്യം പിടിച്ചു. അങ്ങനെ പറയണ്ട ഈറമുറ്റി, അങ്ങനല്ല. അത് ഞങ്ങളുടെ നാട്ടിലെ മലപ്പുറത്ത് ഒരു മലയാളമാണ്, ഓരോ നാട്ടിലും ഓരോ മലയാളമാണല്ലോ. അരിശം മണ്ണ് എന്നാണ് ഇവിടെ പറയാം. ഇവിടെ അങ്ങനെ പലതും വരും. തണ്ണി ശിരണ്ടേ എന്ന് പറയും. അതെപ്പോഴും വാട്ടർ ഓവർഫ്ലോ ആയാൽ ഏതായാലും സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയം എന്താന്ന് വെച്ചാല് ഒരം ഹരി ശരി ഹംസത്താൻ അടുക്കവേ, ഹംസ റളിയല്ലാഹു അൻഹു അവനെ കൊള്ള അടുത്തപ്പോ ഒരു ബെട്ട് കൊടയുടനെ തടുക്കവേ ഈറമുറ്റി കൂടെ ശൈബത്തിന് ഈറ പിടിച്ച് അരിശം വന്നു. അതേനെ അരിശം വന്നപ്പോ ഏക കുത്ത് ഈറമുറ്റി കൂടെ ശൈബത്ത് ഏക കുത്ത് ഒരു കുത്തി നെറുന്തലക്ക് സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തലയുടെ ഒത്ത നടുമൂർധാവ് ലക്ഷ്യം വെച്ചിട്ട് ശൈബത്ത് കുത്തുകയാണ്. യാലൽ ഹുബുലാ എന്നും പറഞ്ഞിട്ട്, ഹുബുല എന്ന് പറഞ്ഞാൽ വലിയ പടച്ചോനാ, ലാത്താന്റെ ഉസ്താനക്കാളൊക്കെ ബടാ പടച്ചോനാണ് ഹുബുല. ഹുബുല പടച്ചോനെ വിളിച്ചിട്ട് യാലൽ ഹുബുൽ യാലൽ ഹുബുൽ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കുത്തിയപ്പോ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു കളരി അഭ്യാസമുറപ്രകാരം മാറിയപ്പോ എന്തായി? ഏക കുത്ത് താൻ ഒഴിത്ത്, ശൈബത്തിന്റെ കുത്ത് താൻ ഒഴിത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു, രക്ഷപ്പെട്ടു. അപ്പൊ എന്തായി? ഈ കുത്ത് നേരെ പോയിട്ട് മണ്ണിൽ കണ്ട് കുത്തിയിട്ട് ആർക്ക് കിട്ടി? മണ്ണിന് കിട്ടി. ശൈബത്തിന്റെ കുത്ത് ലാപ്സായി. ശൈബത്തിന്റെ കുത്ത് ലാപ്സായി. തേറി ഹംസ പാടക്കെടുകത്താൽ അടുത്തിട്ടോൻ തടുത്തു. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു വീണ്ടും ഹംസ പാടക്കെടുകത്താൽ വാളുകൊണ്ട് അടിച്ചു. അവനെ പരത്തിയിട്ട്, വാള് പരത്തിയിട്ട് അവന്റെ മോന്ത മുഖം, അവന്റെ മുഖത്തേക്ക് ലക്ഷ്യം വെച്ചിട്ട് പിടിച്ചടാ എന്നും പറഞ്ഞിട്ട് വാള് പരത്തി ഒരൊറ്റ അടി സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. തേറി ഹംസ പാടക്കെടുകത്താൽ അടുത്ത് ഇട്ടോൻ തടുത്ത്, അവൻ അത് തടുത്തു. രണ്ടാക്കും കുറെ നേരത്തിനൊന്നും പറ്റണില്ല. കണ്ടോ, ഇവരാരും മോശക്കാരല്ല, രണ്ട് പക്ഷത്തുള്ളവരും മോശക്കാരല്ല. ഭയങ്കര യുദ്ധം നടക്കുകയാണ്. എങ്ങനെ യുദ്ധത്തിന്റെ മോഡല്? തടവോട് നീട്ടും അടവോട് ചാട്ടും തടമിട അടൽ കൊടു തുടർ വീണ കടുകട തടിവേടും വീണ പല പാടുമേ തീരെ ചോടുര തൊഴിൽ കരിശണമാ. അവരെ യുദ്ധത്തിന്റെ മോഡൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ, പൊരും എരി പൊരിന്തെളും ദായുധത്തിനിൽ പുവി കിളരവെ പൊടി ബാർ ഉഷത്തിനിൽ. അതായത് ഭയങ്കര പൊടി മണ്ണ് ഉള്ള സ്ഥലമാണ് ഈ ബദർ എന്നൊക്കെ പറഞ്ഞാൽ. ഏകദേശം ഇവിടുത്തെ മാതിരി തന്നെ ഈ ലക്ഷദ്വീപിലെ മണ്ണിന് ഭയങ്കര പൊടിയാണ്. ഇവിടെ കറുത്ത മണ്ണാന്ന് മാത്രം. ഡ്രസ്സ് ഒരു മണിക്കൂർ അവിടെ ഇട്ടാല് വെള്ള ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറുപ്പ ഇങ്ങനത്തെ മണ്ണുള്ള സ്ഥലത്ത് ഇട്ടാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് വെള്ള ഡ്രസ്സൊക്കെ ശബരിമലയ്ക്ക് പോകാൻ പറ്റുന്ന കോലത്തിലായിട്ടുണ്ടാവും. അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത അല്ലേ? ഏകദേശം പിന്നെ വാങ്ങി കുറച്ചുകൂടി ഒന്നുകൂടി ഒരു മണിക്കൂർ വിട്ടാൽ ഫുള്ളാവും. ഇയാൾ പറഞ്ഞു ഏകദേശം ഫുള്ളാക്കണമെങ്കിൽ ഒരു മണിക്കൂർ കൂടെ ഇട്ടാൽ ഈ മണ്ണിൽ വിടട്ടാൻ മതി. അൽഹംദുലില്ലാഹ്, ഓരോ നാട്ടിലും ഓരോ മണ്ണ. അതേമാതിരിയാ അറബ് നാട്ടിലും. എങ്ങനെ? അറബ് നാട്ടില് എന്താവുന്നറിയോ? പൊടിങ്ങട്ട് പാറിയിട്ട്
ഭയങ്കര പാറൽ കാറ്റ് വരും, പെരും കാറ്റ്. അങ്ങനത്തെ കാറ്റൊന്നും ഇന്ത്യയിൽ, കേരളത്തിൽ ഏതായാലും ഇല്ല, ലക്ഷദ്വീപിലും ഇല്ല അങ്ങനത്തെ കാറ്റൊന്നും. അറബ് നാട്ടിലെ കാറ്റ് അടിക്കുമ്പോ പൊടിക്കാറ്റ് അവിടെ മലയാളികൾ പറയാം. ആ പൊടിക്കാറ്റ് കണ്ട് തുടങ്ങിയാല് കാലാവസ്ഥ മാറാൻ പോവാന്നുള്ളതിന്റെ അടയാള. ഇതുവരെ ചൂടായിരുന്നു, ഇനി തണുപ്പ് വരാൻ പോവാണ്, അല്ലെങ്കിൽ ഇതുവരെ തണുപ്പായിരുന്നു, ഇനി ചൂട് വരാൻ പോവാണ്, അതിന്റെ അടയാളാണ്. ആ ജാതിയാണ് പൊടിക്കാറ്റ്. ആ പൊടിക്കാറ്റ് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൂടി നിൽക്കും. അവിടെ മൂലുണ്ടല്ലോ, അന്തരത്തുള്ള മൂലയിലുള്ള മണ്ണ് കുറെ കഴിയുമ്പോൾ, രാവിലുള്ള മണ്ണ് വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് അറബ് നാട്ടിലുണ്ട്. രാവിലെ പോകുമ്പോ അവിടെ റോഡ് സൈഡിൽ മണ്ണൊന്നും ഉണ്ടാവില്ല, വൈകുന്നേരം ആ സൈഡിലൂടെ പോകുമ്പോ മണ്ണുണ്ടാവും. അതേമാതിരിയുള്ള പൊടി, ഈ പൊടി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തുമായി പടപൊരുതുമ്പോ ഇവരെ രണ്ടാളെയും കുതിര അങ്ങോട്ട് ചാട്ടി, കുതിര ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. ഇവർ രണ്ടാളും അത് കുതിരയെ ചാടിപ്പിക്കലും ഓടിപ്പിക്കലും അത് യുദ്ധം ചെയ്യുന്നവന്റെ കഴിവാണ്. ആരായാലും, മുശ്രിക്കായാലും മുസ്ലിം ആയാലും ആരായാലും. അങ്ങനെ രണ്ടാളും മോശക്കാരല്ല. ശൈബത്തും മോശമല്ല, സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു മോശമല്ല. രണ്ടാളും ഒന്നിനൊന്ന് മെച്ച. രണ്ടാളും കളരി അഭ്യാസ മുറയിൽ ഫസ്റ്റ് റാങ്ക്. എന്നിട്ടോ അപ്പൊ ഇതിങ്ങനെ പൊടി കണ്ട് പാറയാണ്, ഭയങ്കര പൊടി ധൂള്. അപ്പൊ ഒന്നും കാണുന്നില്ല. രണ്ട് ഭാഗത്തുള്ളവരും ദൂരെ നിന്നിങ്ങനെ നോക്കുമ്പോ, സ്വഹാബികൾ നോക്കുമ്പോ, ഒരു ഭാഗത്ത് മുശ്രിക്കീങ്ങൾ നോക്കുമ്പോ ധൂള് കണ്ട് പാറിയിട്ട് ഒന്നും കാണുന്നില്ല. അതാ പറയുന്നു, പൊരും എരി പൊരും തെളുന്ത് ആയുധത്തിനിൽ പുവി കിളരവേ പൊടി ബാർ ഉരത്തിനിൽ. ഭൂമിന്ന് കണ്ട് പുവി കിളരവേ, പുവി എന്ന് പറഞ്ഞ ഭൂമി, ഭൂമി കിളരുന്ന രൂപത്തിൽ, പിളരുന്ന രൂപത്തിൽ പൊടിങ്ങട്ട് പാറി. അങ്ങനെ ഏതുപോലെ ഇവര് തമ്മിലുള്ള യുദ്ധം. വീണ്ടും മോയിൻകുട്ടി വൈദ്യര് പറയാണ്, പോർ ഒരമ്പൽ കേൾക്കിലപ്പ് കോൻ തിരക്കോൽ താനും മട്ടിൽ. പോർ ഉരമ്പൽ, പോറിന്റെ ഉരമ്പൽ, യുദ്ധത്തിന്റെ ഒരമ്പല്, യുദ്ധത്തിന്റെ ആ ഭയാനകത, അതിന്റെ സൗണ്ട് ഏതുപോലെ ഉണ്ട് എന്നറിയോ? അത് കരയിൽ പോയാൽ, കടപ്പുറത്ത്, കേരളത്തിലെ കടപ്പുറത്ത് പോയാൽ ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര തിരമാലയാണ് വരിക. ആ തിരമാല ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ആദ്യമായിട്ട് കാണുന്നോ പേടിച്ചു പോകും. ആ കടപ്പുറത്തുള്ള കുട്ടികൾ, അവിടെയുള്ള കരയിലെ കടപ്പുറത്തുള്ള കുട്ടിയൊക്കെ അത് പ്രശ്നമല്ല. ആ കുട്ടികൾ ഉണ്ടാവും, ആ കുട്ടികൾ ഉണ്ടാവും, അങ്ങനെ കടലിൽ നിൽക്കുന്നുണ്ടാവും, കടലിൽ കുളിക്കാൻ പോയിട്ടുണ്ടാവും. ഈ തിരമാല വരുമ്പോ കുട്ടി അങ്ങനെ പൊങ്ങുന്നു കാണാം, ഒന്നും പറ്റൂല. തിരമാലാണ്ട് പോവും ചെയ്യും, അപ്പൊ കുട്ടികൾ താവും ചെയ്യും. അത് കണ്ടുകണില്ലേ? കണ്ടുകണോ? കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ടുണ്ടോ? ഇവിടെ അങ്ങനൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ തിരവട ഇല്ലാത്തോണ്ട്. കീളാവുണ്ട്. ആ ഏതാ കീളാവ? അവിടെയാണ് കീളാവ അല്ലേ? അതാ കീളാവ. എവിടെ ആയാലും വേണ്ടില്ല, ഏതായാലും ആ ഭാഗത്തുണ്ട്. അവിടെ പരിചയമുള്ള കുട്ടികളാകുമ്പോ തിരമാല വരുമ്പോ കുട്ടി അങ്ങനെ പൊന്തൂലേ? എന്നിട്ടോ കുട്ടി ഇതാവുമ്പോഴോ വെള്ളമാണ് പോവും. അങ്ങനെയാണ്. പരിചയമില്ലാത്തവനാണെങ്കിലോ, നീന്തൽ അറിയാത്ത പരിചയമില്ലാത്തവനാണെങ്കിലോ, തിരമാല വരുമ്പോ ആ കുട്ടി അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ജൂൺ ജൂലൈ മാസത്തിൽ തിരമാല അടിക്കും പോലെ, അതുപോലെ പോറുരമ്പൽ കേൾക്കിലപ്പ് കോന്തിരക്കൊൽനാനു മട്ടിൽ പാർവയർക്ക് പേദമറ്റ പോതിൽ ഹംസ ചാടി വെട്ടി. അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ഒടിയും പിടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും. അതിന്റെ ഇടയിൽ കൂടിയാണ് സയ്യിദുനാ ഹംസത്തുൽ കറാർ തങ്ങൾ പാർവയർക്ക് പേദമറ്റ പോതിൽ ഹംസ ചാടി വെട്ടി. ഹംസത്തുൽ കറാർ തങ്ങളെ വെട്ട് അങ്ങനെയാണ്. എങ്ങനെ? മേപ്പെട്ടൊരു ചാട്ടം, ആ ചാട്ടത്തിൽ നിന്ന് വരുമ്പോ നേരെ വാളങ്ങട്ട്, ചാട്ടത്തിൽ നിങ്ങട്ട് താഴേക്ക് വരുമ്പോഴും വാളങ്ങട്ട് വെച്ചു കൊടുക്കലാണ്. ആ വെച്ചു കൊടുത്തപ്പോ ശൈബത്തിന്റെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോ എന്ത് ചെയ്തു? വെട്ടത് കുഫറിൽ താട്ടിട ചുമലിൽ വിളയിരിപ്പുള്ളിയതായി വിടരവെ ഉടനവർ വികൃതമെ പരികളിതാളമായി ചുമടാടിയാക്കള നിലനിലയായി. വെട്ടത് കുഫറിൽ തട്ടിടൈ ചുമലിൽ. നമ്മൾ പറഞ്ഞില്ലേ, ചുമലിൽ ഈ കോലത്തിലാ തട്ടിയത്. ഏത് കോലത്തിൽ? ഇങ്ങനെ അങ്ങോട്ട് തട്ടിയിട്ട് നമ്മൾ ഇൽത്തിബാഇന്റെ മോഡലാണ് തട്ടിയത്. അതിന്റെ ഇടയിൽ കൂടി തട്ടിപ്പോയി, ബെട്ട് അവിടെ തട്ടിപ്പോയി.
തട്ടിയപ്പോ ബെട്ടത് കുഫറിൽ തട്ടിട ചുമലിൽ പിളയും പിളയിരി പൊള്ളിയതായി പിളരവെ ഉടനവർ വികൃതമി പളി കളിത്താളമാച്ചുമ ഡാഡിയാക്കള നിലനിലയായി ശൈബത്ത് നേരെ താഴെ വീണ് 2 കഷ്ണമായി കേട്ടോ. ഈ കോലത്തിൽ 2 കഷ്ണം. ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കഷ്ണം അങ്ങോട്ട് കൊച്ചിയിൽക്കും മറ്റേ കഷ്ണം അങ്ങോട്ട് കൊയിലാണ്ടിക്കും. 2ആയിട്ട് താഴെ വീണ്. അസ്വദ് ആദ്യം നാട്ടിൽ പോയി, കാലാകാലം താമസിക്കാനുള്ള നാട്. പിന്നെ 2ാമത് നാട്ടിക്ക് പോയതാരാ? ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകൊണ്ട്. ഇപ്പോഴിതാ ഇയാളുടെ പേരെന്താ? ശൈബത്ത്. കണ്ടോ? ശൈബത്ത് ബിൻ റബീഅ. നമ്മൾ പറയാണ് അപ്പുറം ആരാളുള്ളത്? അലിയാർ തങ്ങളാണ്. അലിയാർ തങ്ങളോട് പടവരുത്തുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? ആരാ? വലീദ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. 2ആളും നല്ല ചെറുപ്പക്കാരാണ്, 2ആളും നല്ല യങ് മാനാണ്. അതുകൊണ്ട് തന്നെ അവരെ മോശാവൂല, യുദ്ധം ഒരിക്കലും മോശാവൂല. നില പുലി അലി വലീദോടുരപ്പട, നിന ഭയപ്പെടും അത് പാർക്കിൽ ഒപ്പിട. അവർ തമ്മിലുള്ള യുദ്ധം കണ്ട ഭയപ്പെട്ടു പോകും. അങ്ങനത്തെ യുദ്ധമാണ്. കലകമിൽ ഉടൽ ദൃഷ്ടിയോകൾ പാർപ്പെടൂൽ, ഹൗഫായി കുതിത്തൊളി പോരനിപ്പിടാൻ. കണ്ടോ? നിലപുള്ളി അലി വലിതോടുരപ്പടം, നിന ഭയപ്പെടുവത് പാർക്കിലോപ്പിട. കലകമിൽ ഉടൽ ദൃഷ്ടിയോകൾ പാർപ്പെടൂൽ, ഹൗഫായി കുതിത്തൊളി പോരനിപ്പിടാൻ. നേരെ വെട്ടിൽ കൂടെ ഉത്തിച്ചാടി വെട്ടും, ചാടി വെട്ടും, ചെരയത്തിച്ചോടിൽ ഞെട്ടിച്ചാഞ്ഞൊഴുത്തും ഓരോ കൂട്ടം. കൂട്ടം ശരിത കാട്ടൽ വലിതാ, കൊടുമയിൽ അലി ഒരു ദർബാബൻ ശിരമിലും കൊണ്ടോടൽ പിളർന്തി വിളുന്ത പോതലി താമും ഹംസതൻ അരുകണവായി. അലിയാർ തങ്ങളും കുറെ നേരം യുദ്ധം ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട അലിയാരും അതേമാതിരി വെട്ടി. പക്ഷെ അലിയാരെ വെട്ട് ഹംസത്തുൽ കറാർ തങ്ങളെ വെട്ടുപോലല്ല. ഹംസത്തുൽ കറാർ തങ്ങളെ വെട്ടി എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടാ. എന്നാൽ ബഹുമാനപ്പെട്ട അലിയാരെ വെട്ട് എങ്ങനെ അറിയോ? കൊടുമയിൽ അലി ഒരു ലർബവൻ, അലിയാർ തങ്ങളെ ലർബ് വെട്ട് അവൻ ശിരമിൽ, അവന്റെ ശിരസിലാണ്ട് കൊണ്ടു, തലയിലാണ്ട് കൊണ്ടുടൽ പിളർന്ന് വിളുന്ത്. ഓന്റെ ശരീരം നേരെ ഈ മൂക്കിന്റെ മേലെ ഒത്ത നടുവിലില്ലേ, ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റിന്റെ മേലെ അങ്ങോട്ട് അലിയാർ തങ്ങളെ വെട്ടങ്ങോട്ട് കൊണ്ടിട്ട് നേരെ മൂക്കിന്റെ പാലത്തിലൂടെ അങ്ങനെ തന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആ ഒത്ത പല്ലിന്റെ നടുവ് കൂടി അങ്ങോട്ട് വെട്ടി കിട്ടിയിട്ട് നേരെ നെഞ്ചിന്റെ ഒത്ത സ്കെയിലിൽ കൂടി അങ്ങോട്ട് വെട്ടി കിട്ടിയിട്ട് പൊക്കിളിന്റെ അയക്കൂടി അങ്ങോട്ട് വെട്ടി കിട്ടിയിട്ട് അതിന്റെ താഴെയുള്ള സാധനം അടക്കം 2 പുളിയായിട്ട് കിറുകൃത്തിയായിട്ട് സ്കെയിലി വെച്ച് മുറിച്ച മാതിരി നാട് വീണു. ആര് വീണു? വലീദ് ലഅനത്തുല്ലാഹ്. കണ്ടോ? ഇവരൊക്കെ എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂലിന്റെ പൊരുത്തമുള്ളവരാ, അള്ളാന്റെ റസൂലിന്റെ പൊരുത്തം ഉള്ളവരാണ്. കണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, അലിയാർ തങ്ങളെ മദീനത്തുനിന്ന് കല്യാണത്തിനെ പറ്റി ചോദിക്കാൻ വേണ്ടി മാമൻകാക്കാന്റെ അടുത്തേക്കാ പോയത്. അതായത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് റസൂലുള്ളാഹി പറഞ്ഞു മർഹബൻ വഅഹ്ലൻ. കണ്ടോ? എത്ര തൃപ്തിയിലാ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ആ അലിയാർ അപ്പന്തേ പറഞ്ഞത് ഹംസത്തുൽ കറാർ തങ്ങളെ ശത്രു നേരത്തെ ഒരു ചങ്ങായിനെ നാട്ടിക്ക് പറഞ്ഞയച്ചതാ NOCക്ക് നേരെ ചവിട്ടിക്കയറ്റം. NOC പ്രകാരം നേരെ ഖബറയിലേക്ക് ചവിട്ടിക്കയറ്റം. ഈ ചവിട്ടിക്കയറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, പക്ഷെ അന്തരത്തിലേക്ക് കുറച്ചൊക്കെ തിരിയാൻ സാധ്യതയുണ്ട്. ഗൾഫിലേക്ക് നേരെ പോകുമ്പോ ചവിട്ടിക്കയറ്റം എന്ന് പറഞ്ഞാല് അവിടെ പ്രത്യേകം തഫ്തീഷ് പരിശോധന ഇല്ലാത്ത നേരെ അങ്ങനെ കയറ്റി വിടല ഗൾഫിക്ക്. അദ്ദേഹം അതിനാ ചവിട്ടിക്കയറ്റെന്ന് പറയാ. പഴയകാലത്ത് കരക്കാര്, പഴയകാലത്ത് ഇപ്പൊ പിന്നെ അങ്ങനൊന്നുമില്ല, ഇപ്പൊ നേരെ വിസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പോകാം, അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അതേമാതിരി ചവിട്ടിക്കയറ്റം സയ്യിദുന ഹംസത്തുൽ കറാർ തങ്ങളെ കൊണ്ട് ചവിട്ടിക്കയറ്റി. ആരെ? ശൈബത്തിനെ. ആദ്യം അസ്വദിനെ, പിന്നെ ശൈബത്തിനെ. ഇപ്പതാ സയ്യിദുന അലി. കണ്ടോ? അലിയാരെ യുദ്ധം അതൊരു വേറെ മോഡലാണ്.
കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ പെട്ട മുറഹിബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ ആടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. ഖൈബർ ഫത്ഹായത് അലിയാരെ കൊണ്ടാ കേട്ടോ. ഖൈബർ എന്ന് പറഞ്ഞാൽ മദീനത്ത് അത് വേറെ, അത് ബദറല്ല. ബദറൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം മദീനയിൽ നിന്ന് ഒരു 600-500 കിലോമീറ്റർ വടക്കു ഭാഗത്ത് അവിടെയാണ് ഖൈബർ ഉള്ളത്. ആ ഖൈബറിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് പുറപ്പെട്ടപ്പോ ആദ്യം ഒന്നും സംഭവിച്ചില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിലേക്ക് വിജയം ഉണ്ടായില്ല. അവസാനം അള്ളാന്റെ റസൂൽ അതാ കൊടി കൊടുത്തു അലിയാരെ കയ്യില്. അപ്പോഴാണ് എന്ത് മുറഹിബ് എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചത്. ആര്? ആ രാജാവിനെ മണ്ണൂരിലേക്ക് നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആര്? സയ്യിദുനാ അലി. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ പെട്ട മുറഹിബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ ആടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. ബദറിലും അങ്ങനെ തന്നെ അലിയാരെ യുദ്ധം ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഉഹദിലും അങ്ങനെ തന്നെ അലിയാരെ യുദ്ധം അതൊരു പ്രത്യേക മോഡലാണ്. ഹുനൈനിലും അങ്ങനെ തന്നെ ദാത്തുൽ ഹിമാർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര തടിമാടന ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ബും ബും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ ബും എന്ന് പറഞ്ഞ് ഭൂമി ഒന്നായിട്ട് കുലുങ്ങുന്ന രൂപത്തിൽ അങ്ങനെ വരിക. ഓന്റെ പേരെന്താ? ദാത്തുൽ ഹിമാർ. ഓനെ കണ്ടാൽ തന്നെ ഓന്റെ ആയുധങ്ങൾ ഓന്റെ ശരീരത്തിന്റെ വെയിറ്റ് എല്ലാം കൂടി ഒരാളെ മേത്ത് ഉണ്ടായാൽ തന്നെ അയാൾ താഴെ വീണാൽ തന്നെ അപ്പൊ തന്നെ മയ്യത്താവും. ഹറ മയ്യത്തൻ. അത്ര ഭയങ്കര ഒരു സാധനമാണ്. ഉഹദ് മല മാതിരിയുള്ള ഒരു സാധനം ദാത്തുൽ ഹിമാർ. ആ ദാത്തുൽ ഹിമാറിന്റെ യുദ്ധത്തിൽ എന്ത് ചെയ്ത് അലിയാര് അത് ഹുനൈനിലാണ്. പോരാം ഹുനൈനിൽ നിന്താം പൊലിവും ബമ്പുകൾ ബിണ്ടാം. പോരാം ഹുനൈനിൽ നിന്താം പൊലിവും ബമ്പുകൾ ബിണ്ടാം. ശൂരതൻ ഹിമാറണ്ട ചൊടിയനെയും കൊണ്ട് നേടിയ ജയം കണ്ട് ആരും പുകഴും തങ്കമേ ആടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. പോരാം ഹുനൈനിൽ നിന്താം പൊലിവും ബമ്പുകൾ ബിണ്ടാം. പോരാം ഹുനൈനിൽ നിന്താം പൊലിവും ബമ്പുകൾ ബിണ്ടാം. ചൂരേതൻ ഹിമരണ്ട ചൊടിയനെയും കൊണ്ട് നേടിയ ജയം കണ്ട് ആരും പുകഴും തങ്കമേ ആടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. അതാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. കുറെ നേരം യുദ്ധം ചെയ്തപ്പോൾ ഹുനൈനിൽ കുറെ നേരം യുദ്ധം ചെയ്തപ്പോ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആര്? സയ്യിദുനാ അലിയാർ തങ്ങൾ. ഹുനൈനിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോ ദാത്തുൽ ഹിമാർ വിചാരിച്ചു അലിതാ വരുന്നേ, അലി എന്റെ കാൽക്കൽ വീഴാൻ വേണ്ടി മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയാണ് എന്ന് വിചാരിച്ചിട്ട് മൂപ്പരാവൂ ഞാൻ ഭയങ്കര കാര്യപ്പെട്ട ആൾ തന്നെയാണ്, ഞാൻ ഭയങ്കര സംഭവം തന്നെയാന്ന് വിചാരിച്ചു മൂപ്പരിങ്ങനെ ഇരിക്കുക. ആര്? ദാത്തുൽ ഹിമാർ ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോ മെല്ലാണ്ട് ചെന്നിട്ട് അപ്പൊ ഇയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ദാത്തുൽ ഹിമാർ എന്താ അലി എത്ര ചെറിയ ഉറുമ്പിന്റെ മാതിരിയ. ഉറുമ്പ് ചെറിയ സാധന അല്ലേ? പക്ഷെ ആനന്റെ തുമ്പിക്കൈന്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കയറിയാലോ ആകെ കുലുമാലാവൂലേ? എത്ര ചെറിയ എറുമ്പ്, ഇവൻ ഇത്ര വലിയ കുറുമ്പ്, എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കും എന്ന് പറഞ്ഞ മാതിരില്ല. സയ്യിദുനാ അലിയാർ അത്ര വലിയ മനുഷ്യനൊന്നുമല്ല, ചെറിയ ചോട്ട ആത്മീയാണ്. അലിയാരമല്ലാണ്ട് ചെന്നിട്ട് ഈ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കല്ലേ, നേരെ തല അങ്ങോട്ട് വെച്ചു കൊടുത്ത്, എന്നിട്ട് നേരെ ഒട്ടകത്തിന്റെ അടിയിൽ വെച്ചിട്ട് തല അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് പരിപാടി. ഞാൻ പറഞ്ഞ അത്ര ടൈമൊന്നുമില്ല.
ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒരൊറ്റ പൊക്കല. ഈ ഒട്ടകത്തിന്റെ മുകളിലുള്ള ഉഹദ് മലയും രണ്ടും കൂടി ഒറ്റ പൊക്കല് പൊക്കിട്ട് ഒരൊറ്റ അടിച്ചത് രണ്ടും കൂടി താഴെ വീണ് ഹുനൈന്റെ പടപ്പാട്ടിൽ പറയുന്നുണ്ട്, ഒട്ടകവും അതിന്റെ മുകളിലുള്ള ആ ദാത്തുൽ ഹിമാർ രണ്ടാൾ കൂടി താഴെ വീണിട്ട് മുഖത്തുട മാംസം കാലർന്നീടൈ, ഒട്ടകത്തിന്റെ മാംസവും ഈ മനുഷ്യന്റെ മാംസം കൂടി ആണ് കലർന്ന് ആകെ മിക്സായി. അതിന്റെ ശേഷമാണ് യഹൂദികളോടാണുള്ള യുദ്ധം. യഹൂദികൾ പിന്നെന്തായി? യുദ്ധം ഒട്ടകത്തിന്റെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അതുകൊണ്ട് ശേഷം സുഹൃത്തുക്കളെ, അതാണ് ഇപ്പൊ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതേമാതിരി തന്നെ ഇവനെ ഒത്ത നടുക്കൂടിയാണ് വെട്ടിയിട്ട് നേരെ ഒരു കഷ്ണം നേരെ കിളാവ ഒറ്റ വേലാവ രണ്ട് കഷ്ണം ആക്കി വിട്ടു. ഒരു കഷ്ണം പടിഞ്ഞാട്ട്, മറ്റത് എങ്ങട്ട് കിഴക്കോട്ട്, ഒന്ന് പടിഞ്ഞാട്ട്. രണ്ട് കഷ്ണായി. കേക്ക് പടിഞ്ഞാറ് പറഞ്ഞാൽ രണ്ട് കഷ്ണാക്കി വിട്ട് നടത്തം. ഇനി വയസ്സന്മാരെ പരിപാടിയാണ്. ആര്? രണ്ടും പേര് ഏകദേശം ഒരേമാതിരിയാ, മാറിപ്പോണ്ട. ശത്രുക്കളെ നേതാവാരാന്നറിയോ? ശത്രുക്കളെ നേതാവ് ഉത്ബത്ത് എന്നാണ് അയാളെ പേര്. അതേ സമയത്ത് സ്വഹാബിയുടെ പേരെന്താണ്? 63 വയസ്സാണ്. ആ സ്വഹാബിയുടെ പ്രായം നോക്ക്, 63 വയസ്സാണ്. ഇവിടെ ഇപ്പൊ 50 വയസ്സായ എന്നെ പോലത്തെ ആൾക്കാർക്ക് തോന്നുക ഒരുപാട് വയസ്സായില്ലേ എനിക്കൊക്കെ എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്കൊരു നിസ്കാരത്തിൽ 20 റക്അത്തിൽ നിൽക്കാൻ തന്നെ വയ്യ അല്ലേ? കരയിലൊക്കെ ഇപ്പൊ എന്തായി? കസേരയുടെ എണ്ണം കൂടി. ഇവിടെയും കസേരന്റെ എണ്ണം കൂടി പള്ളിന്റെ ഉള്ളിൽ. സുഹൃത്തുക്കളെ, എന്നാൽ 63 വയസ്സുള്ള സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവായിരിക്കുന്ന ഉത്ബത്ത് ലഅനത്തുള്ളയോട് പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പേര് മറക്കണ്ട, ശത്രുവിന്റെ പേര് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. സ്വഹാബിയുടെ പേര് ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് ഇബ്നുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ മോയിൻകുട്ടി വൈദ്യർ പാട്ടുപാടുകയാണ്. കല്ല കല്ല കലമ്പുന്നപ്പോൾ ഉബൈദത്തും കടുകവെപ്പെടുത്തണം എടുത്ത് ബത്തും മലബല്ലം കുലുങ്കിടും തായമേ കുത്തും മഹച്ചുമ ഡടികുതിരാകളും കുത്തും കാരമുറ്റിട്ടോനുത്ത് ബത്തേകപ്പെട്ട് കാൽ തുടക്കൈ ഊരതറ്റ പൂതലത്തിൽ വീണു ബൈദത്തോർ കിടക്കൈ കിടയിലെ അലിയും കടു ഹംസ പുലിയും കിടന്തടുത്തുത്ത് ബത്തക്കൂലത്തുടൻ ബൈദത്തെ കിടപ്പിന്നങ്കാടി ഭാരിക്കൊണ്ടെടുത്തവർ ചെണ്ടടുത്തണു നടുപൂകിന്താർ കലമ്പുന്നപ്പോൾ ഉബൈദത്തും സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പടപൊരുതുമ്പോൾ കേട്ടോ, മലപ്പലം കുലുങ്കിടും തായമേ കുത്തും. മല പോലും കുലുങ്ങുന്ന രൂപത്തിലുള്ള യുദ്ധമാണ്. പക്ഷേ രണ്ടാളും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം ചെയ്തതിന്റെ ശേഷം കാരമുറ്റിട്ടോനോ ഉത്ബത്തേക ബെട്ട് ഉത്ബത്ത് ലഅനത്തുള്ള ഒരു ബെട്ട് വെട്ടി. ആരെക്കൊള്ള? സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പള്ളന്റെ ഭാഗം ലക്ഷ്യം വെച്ച് പിടിച്ചോ ലാത്ത, ഒരൊറ്റ ലാത്താന വിളിച്ചിട്ട് ഒരു ബെട്ട് അങ്ങനെ വെട്ടിയപ്പോ എന്തായി? സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കളരി അഭ്യാസ മുറപ്രകാരം മാറിയപ്പോ നടുക്ക് പറ്റിയില്ല. നടുക്ക് പറ്റിയിട്ട് 2 പീസാക്കാനാണ്. ശരീരം നേരെ 2 കഷ്ണം ആക്കാൻ വേണ്ടി വെട്ടിയതാണ് സുഹൃത്തുക്കളെ. പക്ഷേ റളിയല്ലാഹു അൻഹു മാറുകയാണ്. മാറിയപ്പോ ആ വെട്ടി എവിടെ തട്ടി? ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തൊടമ്മല് തട്ടുകയാണ്. ആ തുടക്ക് കാലിന്റെ തുട ഏകദേശം ചന്തിയോട് അടുത്ത് തന്നെ. അതാ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അതാ ഉരതറ്റ പൂതലത്തിൽ വീണു ഉബൈദത്തോർ കിടക്കൈ. ഭൂതലത്തിൽ, അതായത് നിലത്ത് ബഹുമാനപ്പെട്ടവര് വീഴുകയാണ്. നിലത്തേക്ക് വീഴുമ്പോൾ അതാ ഓടി വരുന്നു സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു. ഓടി വരുന്നു റസൂലുള്ളാഹിന്റെ അളാപ്പ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. ഓടി വന്നിട്ട് രണ്ടാളും ഓടി വന്നിട്ട് ഉത്ബത്തിനെ കൊലപ്പെടുത്തുകയാണ്. ശത്രുവായിരിക്കുന്ന മൽഊനായിരിക്കുന്ന ഉത്ബത്തിനെ കൊന്നതിന്റെ ശേഷം അതാ കിടയിലെ അലിയും കടു ഹംസ പുലിയും
കീറന്താടുത്തു ഉത്ബത്തക്കുലത്തുടൻ, ഉത്ബത്തക്കുലത്ത് അതായത് ഉത്ബത്തിനെ കൊന്നതിന്റെ ശേഷം കീറന്താടുത്തു ഉത്ബത്തക്കുലത്തുടൻ ഉബൈദത്തെ കിടപ്പിന്നങ്കാടി ഭാരിക്കൊണ്ടെടുത്തവർ ചെണ്ടെടുത്താണു നടുപൂകിന്താർ. താഴെ വീണ് കിടക്കുന്നു ആര്? സയ്യിദുനാ ഉബൈദത്ത് ബിനുൽ ഹാരിസ്. ഹാരിസ് എന്ന ബാപ്പാന്റെ മോനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഹാരിസ് എന്ന ബാപ്പാന്റെ മോൻ, അതായത് അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്തോനാണ് ആര്? ഹാരിസ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പയുടെ മോനായ ആര്? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു താഴെ വീണ് കിടക്കുകയാണ്. ആ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുക്കുകയാണ്. ഇങ്ങനെ വാരിയെടുത്ത് ആരാ വാരിയെടുക്കുന്നത്? സയ്യിദുനാ ഹംസത്തുൽ കറാർ തങ്ങളെ കൈ കൊണ്ടാണ് വാരിയെടുക്കുന്നത്. കൂടെ അലിയാർ തങ്ങളുമുണ്ട്. വാരിയെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പൂകിന്താറേരു പേരും അധീക്ഷണത്തിൽ പുകഴും ഹബീബുല്ലാഹ് തിരുമും ബേത്തി ചുഗന്ധ ഉബൈദത്തെ എടുത്തത് അമ്മ ചോരിന്ത് വരും വഴി കോഴുകൈതമ്മ. മഹാനായ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ വാരിയെടുത്തിട്ട് കൊണ്ടുപോകുന്നത് എങ്ങട്ടാണ്? പുകഴും ഹബീബുല്ലാഹ് തിരുമുമ്പെത്തി. അള്ളാന്റെ ഹബീബായ തങ്ങളുണ്ട്. എവിടെ? ഹൈമയിലാ ഉള്ളത്. ടെന്റിലാണ്. അരീഷ് എന്നാ പറയാ, പന്തലിന്റെ ഉള്ളില്. ആ അരീഷ് അന്നുള്ള സ്ഥലത്താണ് ഇന്ന് മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന പള്ളി ഉള്ളത്. അല്ലാഹ് ആ പള്ളിയിൽ കയറിയിരുന്നിട്ട് ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് അസ്മാഉൽ ബദർ ചൊല്ലിയ മാതിരി ബദരീങ്ങളെ പേര് ചൊല്ലിയതുപോലെ ഞാൻ അവിടുന്ന് ചൊല്ലിയിട്ടുണ്ട്. കബൂലാക്കണേ അല്ലാഹ്. ഞാനും എന്റെ നാട്ടുകാര് 2-3 ആളുകളും ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. കബൂലാക്കണേ അല്ലാഹ്. ഇനിയും അവിടെ പോയി അസ്മാഉൽ ബദർ ചൊല്ലാൻ, ആ പള്ളിയിൽ കയറാൻ, ഇഅ്തികാഫിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വാഴി കൊഴുകൈതമ്മ. ചുഗന്ത് ഉബൈദത്ത് ചുകന്നു പോയി. ഈ കാലിന്റെ തുടക്കങ്ങട്ട് വെട്ടുകിട്ടിയിട്ട് വലിയ മുറിവായിട്ട് ചോരങ്ങനെ ഒലിച്ചിട്ട് ശരീരത്തിലേക്ക് മുഴുവനും ചോരയിൽ മുങ്ങിയിട്ടുണ്ട്. അതാണ് ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വാഴി കൊഴുകൈതമ്മ. അതേ ചുഗന്ധ ഉബൈദത്തെ എടുത്തത് അമ്മാണ്. ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്തത് ആരാണ്? അമ്മ. അമ്മ എന്ന് പറഞ്ഞ അളാപ്പ, ബാപ്പാന്റെ ഇളയോൻ. ബഹുമാനപ്പെട്ട നബി തങ്ങളെ ബാപ്പാന്റെ ഇളയോരായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വാരിയെടുത്തു. എന്നിട്ടോ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ചൊരിന്ത് വരും വഴി കൊഴുകൈതമ്മ. ദം ദം ഒഴുകുകയാണ്. ദം എന്ന് പറഞ്ഞാല് ചോര. ചോര ഒഴുകുകയാണ്. അറബിയിൽ ദം എന്നാ പറയാം. ചൊരിന്ത് വരും വാഴി കൊഴുകൈതമ്മ. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തുമ്പോ നികരറ്റവർ യാസീൻ ഹബീബുള്ളാഹിന്റെ നേശാത്തിരു മുമ്പില് കിടത്തിക്കൊണ്ടേ ഉഗന്ധനജിയുള്ള ഡവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാഹേ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ ടെന്റിലാ ഹൈമയിലെ പന്തലിൽ കൊണ്ട് കിടത്തുമ്പോ കരയാണ്. കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ചെറിയ മക്കള് കരയും പോലെ സങ്കടം സഹിക്കാൻ കഴിയാതെ. മക്കള് കരയും എങ്ങനെ? മുസ്ലിം തങ്ങളെ എങ്ങനെ മക്കള് കരയാ?
അല്ലെ? സങ്കടം നിന്നാല്, കരച്ചിൽ നിന്നാലും സങ്കടം പോവില്ല. അതേമാതിരി സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുമ്പോൾ ഇങ്ങനത്തെ ഒരു കരച്ചില് കരയാണ്, സങ്കടം തന്നെയാണ്. റസൂലുള്ള ചോദിക്കുകയാണ്, ഉഗന്തേ, റസൂലുള്ള ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മൂത്തോനെ, എന്റെ പ്രിയപ്പെട്ട ബ്രദറായവരെ, ഇബ്നു അമ്മി, എന്റെ ബാപ്പാന്റെ മൂത്തോന്റെ മോനായ, മൂത്താപ്പാടെ മോനായ സഹോദരങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ ഇവിടെ വെച്ച് മരിച്ചാലും ഷഹീദല്ലയോ, പിന്നെന്തിനാ കരയുന്നത്? എന്താ നിങ്ങളെ മക്കൾ യതീമാകും എന്ന പേടിയാണോ പ്രിയപ്പെട്ട മൂത്തോനെ? എന്തിനാ നിങ്ങൾ കരയാൻ കാരണം? അപ്പൊ പറയാണ്, എനിക്കതൊന്നുമല്ല നബിയേ, എന്റെ മക്കളെ യതീമാകുമെന്ന പേടിയല്ല. പിന്നെന്താ, പടക്കളത്തിൽ വെച്ചിട്ട് മരിക്കണം, ഷഹീദാകണം എന്ന് കൊതിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പടക്കളത്തിൽ അല്ലല്ലോ ഉള്ളത്, യുദ്ധക്കളത്തിൽ അല്ലല്ലോ നബിയേ, തങ്ങളെ മുമ്പിൽ ഹൈമയിലാണല്ലോ നബിയേ. എന്റെ കാലും വലി വെട്ടുകൊണ്ടാൽ, ഇതാ വെട്ടുകൊണ്ട് ചോരങ്ങനെ വലിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുക ഇല്ലല്ലോ നബിയേ. വഞ്ചക്കള്ളം വീട്ട് പിരിന്തോഞ്ഞാനേ, വെള്ളിച്ചേറ് ഷഹീദാമോ അനാ പൊന്മാനേ, എനിപ്പോ ഷഹീദിന്റെ കൂലി കിട്ടുകയില്ലല്ലോ നബിയെ. വെഞ്ചക്കളം വിട്ട് പിരിന്തോൻ ഞാന്, പടക്കളത്തിൽ നിന്ന് ഞാൻ വിട്ടുപിരിഞ്ഞ് ദൂരത്തേക്ക് വന്നല്ലോ നബിയെ. വെഞ്ചക്കളം വിട്ട് പിരിന്തോൻ ഞാന്, വെള്ളിച്ചേറ് ഷഹീദാമോ അനാ പൊന്മാനേ. അപ്പോൾ ഇത് പറയുമ്പോ റസൂലുള്ള മറുപടി പറയുന്നത് എന്താ? ചെഞ്ചൽ ഫദ്ലുറ്റ് ഷഹീദാകും നീ, ചെവിത്ത് ഉബൈദത്തോർ ശിഅർ കൊണ്ടും നീ. ചെഞ്ചൽ ഫദ്ലുറ്റ് നബി തങ്ങൾ പറയാണ്, ഷഹീദാണ് നിങ്ങൾ, ഒന്നാം നമ്പർ ഷഹീദ് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ ഷഹീദായി മരിക്കാൻ നിയ്യത്ത് വെച്ച് വന്നതല്ലേ? നിങ്ങൾ എവിടെന്ന് പടക്കളത്തിൽ നിന്ന് മരിച്ചാലും എവിടെന്ന് മൗത്തായാലും ഒന്നാം നമ്പർ ഷഹീദാണെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ പറയുമ്പോ, അതാ ഹബീബ തങ്ങളിൽ നിന്നത് കേട്ടപ്പോ, സന്തോഷത്തിന്റെ വാക്ക് കേട്ടപ്പോ റസൂലുള്ളാഹിനോട് പാടുകയാണ്, ബൈത്ത് ചൊല്ലുകയാണ്. സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇയഖ്തഉ റിജ്ലി ഫഇന്നി മുസ്ലിമുൻ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി ആലിയാ وألبسني الرحمن من فضل منه لباسا من الإسلام غطى المساوية. جل صلاة وتسليم على المصطفى المختار خير البرية. കാല് മുറിഞ്ഞ സങ്കടം കൊണ്ട് കരയാണോ റസൂലുള്ളാഹിന്റെ ചോദ്യം? മക്കളി യതീമാകുമെന്ന വിഷമം കൊണ്ടാണോ? അപ്പോഴാ പറയുന്നത്, അവരെന്റെ കാല് മുറിച്ചാലും എന്റെ കൈ മുറിച്ചാലും എന്റെ തല മുറിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഹുബൈബ് തങ്ങൾ പറഞ്ഞ പോലെ, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ على أي جنب كان لله مصرعي. അതേ ആശയമാണ്. وذلك في ذات وذلك في ذات الإله. അള്ളാഹുവിന് വേണ്ടി എന്റെ കയ്യ മുറിച്ചാലും പ്രശ്നമില്ല, കാല് മുറിച്ചാല് പ്രശ്നമില്ല. കയ്യും കാലൊക്കെ മുറിഞ്ഞിട്ട് ആഖിറത്തിൽ ഈ കാല് കൊണ്ട് എനിക്ക് അനുകൂലമായി കാല് സാക്ഷി നിൽക്കണം, എന്റെ കയ്യ് സാക്ഷി നിൽക്കണം, എന്റെ കണ്ണ് സാക്ഷി നിൽക്കണം. അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പോ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ
ഉബൈദത്ത് റളിയല്ലാഹു ഈ ബൈത്തുകൾ ഇമാം ബഹുമാനപ്പെട്ട സീറത്ത് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സീറയിലെ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരുപാട് ബൈത്തുകളുണ്ട്. ഇതിന്റെ 2 വരികൾ മാത്രമാണ് മോയിൻകുട്ടി വൈദ്യർ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അപ്പ ഷഹീദായോ? ഇല്ല. തങ്ങൾ ഷഹീദായോ? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായോ? ഇല്ല, ഷഹീദായിട്ടില്ല. അവിടുന്ന് അപ്പ ഷഹീദായിട്ടില്ല. യുദ്ധം അങ്ങനെ നടന്നു. കുറച്ച് സമയം കൂടി യുദ്ധം നടന്നു. ആകെ ബദർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നേരെ ഉണ്ടായിട്ടുള്ളൂ. ബദർ യുദ്ധം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. അപ്പോഴേക്കും എന്തായി? അപ്പോഴേക്കും അബൂജഹലിന്റെ കിബർ അവിടെ അവസാനിച്ചു. യുദ്ധം തീരുമാനമായി. ശത്രുക്കൾ തോറ്റോടി. വലിയ വലിയ നേതാക്കൾ കൊല്ലപ്പെട്ടു, മരിച്ചുപോയി. നേതാക്കന്മാര് മരിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ആൾക്കാർ തടിയും കൊണ്ട് ഓടുകയാണ് നാട്ടിലേക്ക്. എങ്കൽ നാട്ടിലെത്തുമോ എങ്കൽ തമ്പുരാർകളെ. നാട്ടിലൊന്ന് ഒന്ന് എത്തിക്കിട്ടിയാ മതിയില്ലാത്തോ. എന്റെ ഭാര്യനെ കണ്ടാ മതി, എന്റെ മക്കളെ കണ്ടാ മതിയില്ലാത്തോ. മുഹമ്മദിന്റെ തലും വേണ്ട, അബൂബക്കറിന്റെ തലും വേണ്ട, ഒന്നും വേണ്ടോ, നാട് കണ്ടാ മതിയോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പായി എന്നെ ഓട് തന്നെ. എങ്കൽ നാട്ടിലെത്തുമോ എങ്കൽ തമ്പുരാർകളെ. അതിനിടയ്ക്ക് കുറെ സഹാബത്തൊക്കെ ഷഹീദാകുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞാണ്. അതേ ശത്രുക്കൾ കുറെ കൊല്ലപ്പെടുന്നുണ്ട് കേട്ടോ. അതിൽ എല്ലാ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായോ? ഇല്ല, അപ്പോഴൊന്നും ഷഹീദായില്ല. യുദ്ധം കഴിഞ്ഞിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ 3 ദിവസം താമസിച്ചു. എവിടെ? ബദർ എന്ന് പറയുന്ന ആ സ്ഥലത്ത്. അള്ളാഹു അവിടെ പോകാൻ നമുക്ക് പലവട്ടം തൗഫീഖ് നൽകണേ അള്ളാഹ്. അപ്പൊ നല്ല സുഖാണ്. ഞാൻ പലവട്ടം മുമ്പ് പോയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്, 20 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്. അന്നൊക്കെ പോയപ്പോ ബദറിൽ കണ്ട് ഇറങ്ങാൻ സമ്മതിക്കൂല. നമ്മളെ ബസ് അവിടെ എത്തിയാൽ അപ്പ വരും മുത്തവ്വ എന്ന് പറഞ്ഞൊരു കൂട്ടർ, അവിടുത്തെ ഗവൺമെന്റിന്റെ ശമ്പളക്കാർ. മുത്തവ്വ അവിടെ എഴുതിയൊക്കെ അവരെ വണ്ടിയിൽ ഉണ്ടാവും ഹൈഅത്തു അംരിൻ ബിൽ മഅറൂഫ് വനഹീൻ അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കാനുള്ള കൂട്ടക്കാർ എന്ന് പറഞ്ഞിട്ട് സൗദി ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ്. നല്ല കാര്യം കൽപ്പിക്കുക, വിടക്ക് കാര്യം, മോശമായ കാര്യം നിരോധിക്കുക. അത് അവരെ വണ്ടിയിൽ ഉണ്ടാകുക. അവരെ സ്റ്റിക്കർ അതാ. എന്നിട്ട് വന്നു കണ്ട് ബസ് കണ്ട് ഇറങ്ങാൻ സമ്മതിക്കൂല. നമ്മൾ സിയാറത്തിന് പോയാ ബസിന്റെ ഡ്രൈവർ അവിടെ നിർത്തി ഡോറ് ഓണാക്കുമ്പോഴേക്കും ഓപ്പൺ ആക്കുമ്പോഴേക്കും അണ്ട് ഇറങ്ങാൻ ഇവര് വന്നിട്ട് നമ്മളോട് പറയാ സിയാറ മംനൂ. സിയാറത്ത് മംനൂ ആണ്, പാടില്ല. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത്? കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി, നിങ്ങളോട് ഞാൻ ആദ്യഘട്ടത്തിൽ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്ലാം വ്യാപകമായപ്പോ, കാരണം ഖബറിനെ പോയി സുജൂദ് ചെയ്യാൻ കുറെ ആൾക്കാർ ഖബറിനെ സുജൂദ് ചെയ്യാൻ പാടില്ല. മക്ക മുശ്രിക്കീങ്ങൾ സുജൂദ് ചെയ്തവരായിരുന്നു, ഖബറിനെ തവാഫ് ചെയ്തവരായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വന്ന് ദീനിന്റെ കാര്യം പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബത്തിനൊക്കെ ദീന് മനസ്സിലായി, ഇസ്ലാം വ്യാപകമായി. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി, ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് ചെയ്യരുത്. കാരണം യഥാർത്ഥത്തിലുള്ള ശരിയായ സിയാറത്തും മോശമായ സിയാറത്തും രണ്ടും ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാലമായിരുന്നു. ഇപ്പോഴോ തൗഹീദ് വെളിപ്പെട്ടു പോയി. അതുകൊണ്ട് ഫസൂറുഹാ, നിങ്ങൾ ഇനി മുസ്ലിമീങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യണേ. ആര് പറഞ്ഞു? മുത്തായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫഇന്നഹാ, അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്താൽ തുദക്കിറുക്കും അൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തിനെ പറ്റി ഓർമ്മ ഉണ്ടാകും. ഖബർ സിയാറത്ത്, ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ തിങ്കളാഴ്ച രാത്രി എപ്പോഴും സിയാറത്ത് ചെയ്യണം. പക്ഷെ തിങ്കളാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയും എന്തായാലും സിയാറത്ത് ചെയ്യണം. ബാപ്പാന്റെ ഖബർ, ബാപ്പാന്റെ ഖബർ, എല്ലാവരുടെ ഖബർ അല്ലേ, ഉബൈദുല്ലാഹ് തങ്ങളുടെ ഖബർ ഒക്കെ അവിടെ പോയിട്ട് മക്കത്ത് പോയാൽ മക്കത്തിന്റെ സ്വഹാബത്തിന്റെ ഖബർ, ഖദീജ ഉമ്മ അവരുടെ ഖബർ മക്കത്താണ് അല്ലേ.
ബാക്കിയുള്ള മൈമൂന ബീബിന്റെ ഖബർ മക്കത്ത് തന്നെ വേറെ സ്ഥലത്താണ്. ബാക്കി 9 ഭാര്യമാര് മദീനത്താണ്. അല്ലാഹ് അവിടൊക്കെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങളെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ബദറിലേക്ക് നമ്മളൊരു 5-6 കൊല്ലം മുമ്പ് സിയാറത്തിന് പോയാൽ ബസിന്റെ ഡ്രൈവർ ചിലപ്പോ ഡ്രൈവർമാർ അങ്ങോട്ട് പോകാൻ തന്നെ സമ്മതിക്കൂല. അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. ഇവിടെ ബദരീങ്ങ അടുത്ത് സിയാറത്തിന് പോയവരൊന്ന് കൈവെക്കോ, കൈ നല്ലോണം പൊക്കിക്കോളി. അല്ലാഹു തആല ഖബൂലാക്കണേ, സിയാറത്ത് ചെയ്തത് ഖബൂലാക്കണേ അല്ലാഹ്. എന്നിട്ട് പോയിട്ടോ യാസീൻ ഓതിയോ? അവിടെ ഇറങ്ങിയിട്ട് യാസീൻ ഓതിയില്ലേ? ഇപ്പത്തെ രാജാവുണ്ട്, അയാൾ 4-5 കൊല്ലമായി തോന്നുന്നുണ്ട് വന്നിട്ട്, പുതിയ രാജാവ്. അയാൾ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അയാളോട് സ്നേഹമാണ്. ഇപ്പത്തെ സൗദിയിലെ രാജാവിനോട് എന്താ പ്രശ്നം? അയാള് ഇപ്പൊ എന്തായി, നമ്മൾ ബദറിൽ സിയാറത്തിന് പോവാണെങ്കിൽ ഈ മുത്തവമാരുടെ ഡ്യൂട്ടി ഒക്കെ കണ്ട് ഇല്ലാതാക്കി. അപ്പൊ ഇപ്പത്തെ സൗദിയിലെ അഡ്മിനിസ്ട്രേഷന്റെ പണി എന്താ, മുത്തവന്മാർക്കെല്ലാം ഡ്യൂട്ടി ഒക്കെ ഇല്ലാതാക്കി നോക്കുമ്പോ വലിയ ഹയറായി. ഇപ്പൊ ആരും സിയാറ ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ ആരുമില്ല നമ്മളവിടെ ചെന്നാൽ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴോ ഞാന് എന്റെ പെങ്ങളെ ഭർത്താവ് ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് മക്കത്ത് പോയി, 1 കൊല്ലം മുന്നേ കടമത്തും 2 സിയാറത്ത് അങ്ങനെ ചെയ്തു. ഏതായാലും ബദറിലേക്ക് ചെന്ന സമയത്ത് മാഷാ അല്ലാഹ് നമ്മള് വല്ല മമ്പറത്തോ മടവൂരോ അല്ലെങ്കിലും ഒക്കെ പോയ മാതിരി, അല്ലെങ്കിൽ ഉബൈദുല്ലാ തങ്ങളെ ഖബറിന്റെ അവിടൊക്കെ ചെന്ന മാതിരി യാസീനൊക്കെ മട്ടം പോലെ ഓതി, എല്ലാരും കൂടി ഓതി നിന്നിട്ട് അങ്ങോട്ട് 1/4 മണിക്കൂർ അറബിയിലും മലയാളത്തിലും ഒക്കെ അതുമായിരുന്നു. അപ്പൊ ഇപ്പത്തെ രാജാവിനെ കൊണ്ടുണ്ടായ ഗുണാണ്. അപ്പൊ അയാളെ അവിടെ സിനിമ ടാക്കീസ് ഓപ്പൺ ആക്കിക്കണ്. ആയിക്കോട്ടെ, അതിനെന്താ, സിനിമ നിങ്ങൾ പോയി കാണണ്ട, നമ്മൾ പോയി കാണണ്ട. പക്ഷെ അയാൾ ഇങ്ങനെ കുറെ ഗുണം ചെയ്തു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളടുക്കൽ സിയാറത്തിന് പോകണം. അല്ലാഹു തൗഫീഖ് നൽകണം അല്ലാഹ്. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 3 ദിവസം അല്ലാഹുവിന്റെ റസൂല് അവിടെ തന്നെ താമസിച്ചു. സ്വഹാബത്ത് ബദരീങ്ങളും നബിതങ്ങളും അവിടെ തന്നെ താമസിച്ചു. അപ്പോഴൊക്കെ മുറിവുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ടെങ്കിലും അവര് വഫാത്തായില്ല. ആര്? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായില്ല. ഉബൈദ അപ്പോഴോ പിന്നെന്ത് ചെയ്തു? അവര് മടങ്ങുകയാണ്. ആര്? അല്ലാഹുവിന്റെ റസൂലും ബാക്കിയുള്ള സ്വഹാബത്തും എങ്ങോട്ടാ മടങ്ങുന്നത്? മദീനത്തേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വഴിയിൽ ബദറിൽ നിന്ന് മദീനത്തേക്കുള്ള പഴയ റൂട്ട്, ഇന്നലെ ഒരാൾ പറഞ്ഞല്ലോ, ബിർ ഷിഫാന്റെ വെള്ളം ഇവിടെ ലേലം ചെയ്യാൻ വേണ്ടി ഒരാൾ കൊണ്ടു തന്നല്ലോ. ആ ബിർ ഷിഫ കിട്ടുന്നതൊക്കെ പഴയ റൂട്ടിലാണ്. പുതിയ റോഡുണ്ട്, എക്സ്പ്രസ് ഹൈവേ, അതല്ല. അത് മൊത്തം ഇങ്ങനെ മേൽക്കൂടി വലിയ പാലം വന്നിട്ട് കേരളത്തിലെ ഇപ്പത്തെ വലിയ പുതിയ ഹൈവേ പോലെയാണ്. ഏത്? അത് ബദറിൽ നിന്ന് എങ്ങോട്ട് മദീനത്തേക്കുള്ള പുതിയ റൂട്ട്, അത് കേരളത്തിലെ പുതിയ ഹൈവേ പോലെയാണ്. അത് എറണാകുളത്തുള്ള എന്താ അതിന്റെ പേര്, ആ ട്രെയിനിന്റെ പേരെന്താ? മെട്രോ പോലെയാണ്, വലിയ കാലി വെച്ചിട്ടാണ്. അതല്ല, പഴയ റോഡുണ്ട്. എങ്ങോട്ട്? ബദറിൽ നിന്ന് മദീനത്തേക്കുള്ള പഴയ റോഡ്. ആ പഴയ റോഡ്, ബദറിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന പഴയ റോട്ടിൽ 20 കിലോമീറ്റർ ചെന്നാൽ, ബദറിൽ നിന്ന് മദീനത്തേക്ക് യാത്ര പോകുമ്പോ 20 കിലോമീറ്റർ പഴയ റോഡ്, അത് ഇതേമാതിരത്തെ റോഡാണ്. ആ റോഡിൽ 20 കിലോമീറ്റർ പോയാൽ പിന്നെ ഉള്ളിലേക്കൊരു വഴിയുണ്ട്. ആ ഉള്ളിലുള്ള വഴിയിൽ വാദി സർക്ക എന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ വാദി സഫറ എന്ന സ്ഥലത്തെത്തും. ആ വാദി സഫറയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ ബഹുമാനപ്പെട്ട സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങുമ്പോ വാദി സഫറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നെഞ്ചിൽ കറാറ്റോർ ഹദറത്തിന്ന് നിറവായി അവരപ്പള് ഷഹീദായി അന്ന്. അള്ളാന്റെ തൗഫീഖോട് കൂടി അൽഹംദുലില്ലാഹ് പലവട്ടം ആ വഴിയിലൊക്കെ ഞാൻ യാത്ര ചെയ്തത് കൊണ്ട് എന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് കാണാപ്പാടം എന്റെ മനസ്സിൽ ഖയാലിൽ വരുന്നത് പോലെ, അതേ മദീനയിൽ നിന്ന് ബദറിൽ നിന്ന് മദീനയിലേക്കുള്ള വഴി എന്റെ കണ്ണിൽ കാണുന്നുണ്ട്. ആ വഴിയിലുള്ള ആ സ്ഥലത്ത് വെച്ച് വാദി സഫറ എന്ന സ്ഥലത്തെത്തിയപ്പോ എന്ത് ചെയ്തു? സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു
ബദറിന്റെ പടക്കളത്തിൽ ഏറ്റ മുറിവിന്റെ കാരണമായി വഴിയിൽ വെച്ച് വാദി സഫറ എന്ന സ്ഥലത്ത് വെച്ച് അതാ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. ലാസ്റ്റ് ഷഹീദാണത്. 14 ശുഹദാക്കളെ കൂട്ടത്തിൽ 14ാമതായി ഷഹീദായതാണ്. അതാണ് ഇവിടെ മഹാകവി പാടുന്നത്. നെഞ്ചിൽ കറ അറ്റോറ് ഹദറത്തിന്ന് നിറവായി അവരപ്പള് ഷഹീദായി അന്ന് അന്ന് നബി മഹാ മിളിവോളുക്കൈ അള്ളുദാർ ഇഖ്വാൻ അമ്മരിഗോറക്കൈ അന്ന് നബി മഹാമിളി ഒഴുക്കൈ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ റസൂലുള്ളാഹിന്റെ മൂത്തോനാണ്. സ്വന്തം മൂത്തോൻ റസൂലുള്ളാഹിക്കില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മൂത്ത അപ്പയുടെ മോനാണല്ലോ. അതേ റസൂലുള്ളാഹിന്റെ മൂത്തോൻ തന്നെയാണല്ലോ. അവര് ഷഹീദായപ്പോ അന്ന് നബി മഹാമിളി ഒഴുക്കൈ. മഹാമിളി എന്ന് പറഞ്ഞാൽ മിഴിയിൽ നിന്ന് കണ്ണീരൊലിപ്പിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തായി? കൂടുള്ളവരൊക്കെ കരഞ്ഞുപോയി, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. എന്നിട്ടോ മണ്ണിൽ സഫറായിൽ മറൈത്തവരാ മക്കജ് അദദം അന്നവർക്കുമറാ. മണ്ണിൽ സഫറായിൽ മറൈത്തവരാ, അവരെ സഫറ എന്ന സ്ഥലത്ത് മറവ് ചെയ്തു. കണ്ടോ? ബദർ ശുഹദാക്കന്മാർ എത്ര പേരാ? 14 പേരാണ്. അവര് 13 ആളെ ഖബറാണ് ബദറിലുള്ളത്. 14ാമത്തെ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത് അതാ എവിടെയാണ്? മദീനത്തേക്ക് മടങ്ങുന്ന വഴിയിലാണ്, വാദി സഫറയിലാണ്. അതിന് കുറച്ച് പൈസ നമ്മൾ ചെലവാക്കണം. ഉംറക്ക് പോയാൽ കുറച്ച്, ഹജ്ജിന് പോകുമ്പോ കുറച്ച് പൈസ ചെലവാക്കണം. എന്നിട്ടോ വിവരമുള്ള മലയാളികളെ കിട്ടിയാൽ നല്ല സുന്നികളായ ഉസ്താദുമാരുണ്ട് അവിടെ. നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്പർ ഞാൻ തരുന്നുണ്ട്, മൊബൈൽ നമ്പർ കേട്ടോ. എന്നിട്ട് അവരോട് ചോദിച്ചാൽ അവരെ ഒഴിവിനനുസരിച്ച് കുറച്ച് പൈസ കൊടുത്താൽ എന്താകുക? എല്ലാവർക്കും കൂടി ഇപ്പൊ ലക്ഷദ്വീപിൽ നിന്നെല്ലാം കൂടി 100 ആളുണ്ടെങ്കിൽ 100 ആൾക്കും കൂടി ഒരുമിച്ച് പോകാനൊന്നും പറ്റൂല. ഒരു 5 ആൾക്ക് 10 ആൾക്ക് ഒരു കാർ വിളിച്ചു പോയാൽ, അല്ലെങ്കിൽ വലിയ കാറ് കൂടുതൽ ആളെ കൊള്ളുന്ന വലിയ വാന് വിളിച്ചു പോയാൽ ഒരു 20-30 റിയാൽ ഓരോരുത്തർ ചെലവാക്കിയാൽ വിവരം ഉള്ള ഉസ്താദുമാരുണ്ടവിടെ. പാലക്കാട് ഉസ്താദ് എന്ന പേരിൽ മദീനത്തെ മലയാളികൾക്കറിയിൽ അറിയപ്പെടുന്ന ഒരു ഉസ്താദുണ്ട്. അയാളെ കൊണ്ട് ഒരുപാട് വഴികളും റൂട്ടുകളും ചരിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടെന്നറിയുന്നു. ശിഫ നൽകണേ അല്ലാ. മണ്ണിൽ സഫറായിൽ മറൈത്തവരാ മക്കജ് അദദം അന്നവർക്കുമറാ. ഞാൻ ചോദിച്ചു, ഇന്നലെ കൈന്ന് എന്നിട്ടാവും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആര്? നമ്മൾ അബൂബക്കർ ബാക്കവി. ഇന്നറ്റിരാവുണ്ടായി. അപ്പൊ മക്കജ് അദദം, ആ മാനവർകളെ വയസ്സിന്റെ എണ്ണം മീം കാഫ് ജീം 3 കൂടി കൂട്ടിയാൽ 63 കിട്ടും അല്ലേ? 63 വയസ്സാണ് അവർക്ക്. ഷഹീദാകുമ്പോ 63 വയസ്സാണ്. സുഹൃത്തുക്കളെ, സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ എവിടെയാ? അതവിടെയാണ്, വാദി സഫറയിലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനിയതാ യുദ്ധത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നടക്കുകയാണ്. നമുക്ക് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. അലിയാർ തങ്ങൾ പിന്നെയും യുദ്ധം ചെയ്യുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഉള്ള സംഗതി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കണം, അലി റളിയല്ലാഹു അൻഹു പിന്നെയും കുറെ നേരം യുദ്ധം ചെയ്തിട്ടുണ്ട്.
ഉമൈർ ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ യുദ്ധം എന്നറിയോ? ബന്ദാറങ്കിരിബരി നടുപോർ കള്ളത്തിൽ കോട കള്ളീത്ത് ബാറിലെ ബഹുകേമാ ചൊടിയുടെ കടുവൈ പരിശോരു പുരുഷരധാ കന്താല ചുടർ ഇസ്ലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കഅബ തൻദിസ്മിന സകലോർ ഗളവിളി ബദർ പടനാൾ രണ്ടാഴ്ച പുലി പുനദീനിൽ ഉറത്ത നാളിൽ മറിത്ത് അബ്ദു റഹ്മാനൻ ദിസ്മിന നബികൾ കതിപതി നബിയിടലായോറിൻ ദിനമില തുരകം പട കള്ളത്തിൽ പറക്കുമുൽപ്പിൽ അനന്താ ചുമടടി അധിപൻ തകൃതികൾ അതിവിധമേ. ഒറ്റ സഹാബിയുടെ കഥ ഞാൻ പറയാം. അവരാണ് ഉമൈർ ഇബ്നുൽ ഹുമാം. ഹുമാം എന്ന ബാപ്പാന്റെ മോനായ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിലെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ പടക്കളത്തിൽ മരിച്ചാൽ സ്വർഗത്തിലെ ഹൂറുൽ ഐനുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പടക്കളത്തിൽ മരിച്ചാൽ, യുദ്ധക്കളത്തിൽ ഷഹീദായാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ റൂഹിനെങ്ങനെ വാരിയെടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഇല്ലിയീനിലേക്ക് കൊണ്ടുപോകാൻ മലായിക്കത്ത് റെഡിയാണ്. അതുകൊണ്ട് وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. റസൂലുള്ളാഹി അങ്ങനെ പറയാ, സ്വഹാബത്തിനോട് പറയാ, ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്കതാ, സ്വർഗം നിങ്ങൾക്കുണ്ട്. ഇനി അഥവാ ജീവനോടെ മടങ്ങിയാലോ, ജീവനോടെ നിങ്ങൾ മടങ്ങിയാലും നിങ്ങൾക്ക് മോശമൊന്നുമില്ല. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോ അതാ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു, അവരുടെ വാപ്പാന്റെ പേരെന്താണ്? ഹുമാം. സയ്യിദുന ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിന്റെ സംഭവം എന്താണെന്നറിയോ? അരുളി മുത്ത് മുസ്തഫ സുവർഗമിൽ നെയ്മുകൾ അഹദവന്റെ ഹക്ക് കൊണ്ട് സത്യം വീരുത്തലായി ഉരത്തുദൈഹിമമ് മൈന്ദരാം ഉമൈറാദണ്ടവർ ഓർത്തു കേട്ടാതുക്കുടൻ ബഹിൻ ബഹിൻ എണ്ടോ ദിനാർ. സ്വർഗം ഉറപ്പാണ്, സ്വർഗത്തിലെ ഹൂറികൾ നിങ്ങളെ കാത്തിരിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഈ സ്വഹാബി, ഏത് സ്വഹാബി? ഉമൈർ റളിയല്ലാഹു അൻഹു. ഹുമാം എന്ന ബാപ്പാടെ പേര്. ഹുമാം എന്ന ബാപ്പാന്റെ മോൻ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു തോൽ സഞ്ചി, ബാഗ് തൂക്കിടും പോലെ ഒരു തോൽ സഞ്ചി തൂക്കിയിട്ടിട്ട് അതിൽ ഈത്തപ്പഴണ്ട് കുറച്ച്, ആ ഈന്തപ്പഴം എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് ഇടുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത്, എന്ത് 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 ദാ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുക എന്ന് പറയുമ്പോ അതാ ഒറ്റ ചാട്ടം, ആവേശം കൊണ്ട് ഒരു ചാട്ടം ചാടുന്നു, മേപ്പെട്ടൊരു തുള്ളലും. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മോനെ ഉമൈറേ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ തുള്ളരുത് എന്നറിയില്ലേ? അപ്പൊ പറയാണ് ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അറിയാതെ തുള്ളിപ്പോയതാണ് നബിയേ. കരുണരാം ഹബീബരബി കൗനി മിൻ അഹ്ലിഹാ കമലമില്ലാവസ്കവയ്യേ ഞാൻ ചുമന്തതില്ലവേ. യാ റസൂലല്ലാഹ്, സ്വർഗത്തിനെ പറ്റി തങ്ങള് പറഞ്ഞപ്പോ ഞാൻ ഈ പടക്കളത്തിന് ഷഹീദാകണം എന്ന് കൊതിച്ച ഒരാളാണ്. ഇവിടെ ഷഹീദായിട്ട് നാളെ സ്വർഗത്തിലെ വലിയ പദവി, എല്ലാരെ പദവി ഒരുപോലെ ആവൂല. ശുഹദാക്കളെ പദവിക്ക് ലിമിറ്റില്ല, പറയാൻ ടൈമില്ല. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിന്റെ ഒരു മൂലയെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ശുഹദാക്കളെ പദവിയൊന്നും ഞമ്മക്ക് കിട്ടൂല, ഉറപ്പല്ലേ?
ബദരീങ്ങൾ അടുത്ത് എത്തണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്, സ്വർഗത്തിനെ പറ്റി പറയാനുണ്ട്. സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ചെയ്ത് റസൂലുള്ളാഹിനോട് പറയാണ്, യാ നബിയേ നബിയല്ലാഹ്, എനിക്ക് സ്വർഗത്തിനെ പറ്റി ചിന്തിച്ചപ്പോ താല്പര്യം തോന്നിയപ്പോ ആവേശം കൊണ്ട് അറിയാതെ ചാടിപ്പോയതാണ്, മാപ്പാക്കണേ തങ്ങളെ. റസൂലുള്ള അങ്ങനെ ശപിക്കുന്ന ആളല്ല. റസൂലുള്ള പറയാണ്, മോനെ ഉമൈറേ, നിങ്ങൾ സ്വർഗാവകാശിയാണ്. ഷഹീദായിട്ട് ബദറിന്റെ പടക്കളത്തിന് ഷഹീദായിട്ട് നിങ്ങൾ സ്വർഗാവകാശിയാകാൻ പോകുന്ന ശുഹദാക്കളെ പദവി കിട്ടാൻ പോകുന്നയാളാണെന്ന് പറയുമ്പോ അതാ വായിൽ ഇങ്ങനെ ഈത്തപ്പഴം ചവച്ചുകൊണ്ടിരിക്കുകയാണ്. വായിലൂടെ അങ്ങനെ കടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം വേറെ ഭക്ഷണമൊന്നുമല്ല. ആ ഈത്തപ്പഴം മുഴുവനും വായിൽ നിന്ന് വാരിയെടുത്ത് തുപ്പിയിട്ട് ഈ തോൽ സഞ്ചി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പടക്കളത്തിലേക്ക് ചെന്നിട്ട് കുറെ നേരം ഈ യുദ്ധം ചെയ്യുന്നു. സയ്യിദുനാ ഉമൈർ ഇബ്നുൽ ഹുമാം കണ്ടോ, കമ്പമിട്ട് കാഫിരീങ്ങളിൽ അടൽ പോരുതലായി കൽബകത്തവർനവാ അതപ്പടി ഷഹീദായി കൽബകത്തവർനവാ. അവര് കൽബിൽ വിചാരിച്ച മാതിരി തന്നെ ഷഹീദാകുകയാണ്. ഇപ്പൊ പറഞ്ഞ ഷഹീദിന്റെ പേരെന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു. അവരെ പേര് ആദരവോടുകൂടി പറഞ്ഞാൽ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ എത്ര സ്ഥലത്ത് നിന്നാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പൊ കുടുങ്ങുമെന്ന് വിചാരിച്ച സ്ഥലത്ത് വെച്ച് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ധാരാളം എനിക്ക് തന്നെ പറയാനുണ്ട്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ദുനിയാവിൽ മാത്രം രക്ഷ കിട്ടിയാ പോരാ, മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, അവരെ ശഫാഅത്ത് കൊണ്ട്, അവരെ പാടി പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ആഖിറത്തിൽ അവരെ പൊരുത്തം കിട്ടിയിട്ട് അവരെ കൂടെ സ്വർഗത്തിൽ കൂടണം, ഖാദിമീങ്ങളാകാൻ. റമദാനിന്റെ ഈ രാത്രിയിലെ ഈ മജ്ലിസ് ഒരു കാരണമായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്. എന്റെ ഇടത്തെ കാലിന്റെ തള്ളവിരൽ ഒരു സർജറി കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകും എന്ന് പറഞ്ഞു, മാറിയില്ല. 2 ആഴ്ച കൊണ്ട് സുഖമായില്ല. 3 ആഴ്ച കൊണ്ട് സുഖമായില്ല. 4 ആഴ്ചയും കഴിഞ്ഞ് 2ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് അന്ന് ഏരൂർ ഉസ്താദ് ടെലിഫോൺ ചെയ്തിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ 2 ദിവസം, ഏരൂര് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്ത് വേണം, ഒരു 2 ദിവസം ഒക്ടോബർ 5-നും 6-നും പരിപാടി അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ 1 മാസമായി ജുമഅക്ക് പോലും പോകാൻ വയ്യ, എന്റെ കാലിന്റെ പെരുവരലിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞു, ഞങ്ങള് ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ആളല്ലേ, അങ്ങനെ 14 ശുഹദാക്കളെ പേര് ചൊല്ലാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദായ ശൈഖുനാ നാലകത്ത് മരക്കാര് മുസ്ലിയാര് ക്രോഡീകരിച്ച വരികളിലുണ്ട്, ബൈത്തിലുണ്ട്. എന്ത്? ബഹുമാനപ്പെട്ട ബദറിൽ ഷഹീദായ ശുഹദാക്കളെ പേര് അത് ചൊല്ലിയിട്ട് അന്ന് മുതൽ, അന്ന് ഉച്ച മുതൽ അസർ വരെ, മഗ്രിബ് വരെ, ഇശാ വരെ, ഉറങ്ങുന്നത് വരെ ഞാൻ എന്ത് ചെയ്തു? എന്റെ കാല് കയ്യുമ്മൽ ഇങ്ങനെ ഊതിയിട്ട് ഏരൂര് ശംസുദ്ദീൻ ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരം ഈ കാലിന്റെ കെട്ടുമ്മലി മെല്ലെ ഒന്ന് ഇങ്ങനെ തടവിക്കൊടുത്തു. 14 ശുഹദാക്കളുടെ പേരുകൾ ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദിന്റെ വരികളിലുണ്ട്. ബിമനുഷ്ഹിദു ബിഉബൈദത്തിൻ വബിമിഹ്ജഇൻ വമുഅവ്വിദിൻ വകദാ ബിസ്വഫ്വാനിൻ മഇ عوف وسعد ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجل الحمام وهارثة وعميرهم وبرافع وبعاقل بن بكيرهم عنهم رضاؤك يا سلام إلهنا عجل بفتح منك يا رحماننا بمبشر. 14ാമത്തെ ഷഹീദിന്റെ പേരാണ്
മരക്കാർ ഉസ്താദ് കൊടുക്കുകയാണ്. മുബശ്ശിർ റളിയല്ലാഹു അൻഹു 16ാമത്തെ വയസ്സിൽ ബദറിന്റെ പടക്കളത്തിൽ ഷഹീദായവരാണ്. മുബശ്ശിരിൻ അവരെ പേരാണ് 14ാമത് പറയുന്നത്. 16ാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായ സമയത്ത് നബിയെ എനിക്ക് ഷഹീദാകാനുള്ള പൂതി കൊണ്ടാണ് എന്നെ മടക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ, പൊട്ടിക്കരഞ്ഞപ്പോ മുത്തുനബി ഒപ്പം കൂട്ടിയതാണ്. അവരെ പേരെന്താ? മുബശ്ശിർ റളിയല്ലാഹു അൻഹു ബി മുബശ്ശിരിൻ قد صار كل مشهدا وبحمزة عم النبي وأسعدا وبزيد المطلوب مولى أحمدا يا مؤمن ارضى عن الجميع إلهنا عجل بفتح منك يا رحماننا. അതിന്റെ ജവാബ് അറിയുന്നവർക്ക് ചൊല്ലാം. യാ അഹ്ല ബദരിൻ കുല്ലക്കും കൂനൂ ലനാ شفعاء في تحصيلنا مأمولنا عند الإله الحكيم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا. ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകുമെന്ന് ഡോക്ടർ മുഹമ്മദ് റിഷാദ്, എന്റെ നാട്ടിന്റെ അടുത്ത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ മുഹമ്മദ് റിഷാദ് നെടുവഞ്ചേരി, ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകുമെന്ന് പറഞ്ഞു. ആഴ്ച 2, 3, 4 കഴിഞ്ഞിട്ട് സുഖായില്ല. പിറ്റേന്ന് ശൈഖുനാ ഏരൂർ ഉസ്താദ് ചൊല്ലാൻ പറഞ്ഞു. അന്ന് ഉച്ച മുതൽ ഉറങ്ങുന്നത് വരെ 10 മണി വരെ ഇത് ചൊല്ലിയിട്ടൂതി. പിറ്റേന്ന് രാവിലെ ഞാനും എന്റെ ഭാര്യയും കൂടി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആശുപത്രിയിൽ ചെന്നപ്പോ നഴ്സന്മാര് വന്നിട്ട് എന്റെ മുറിവ് ഇങ്ങനെ വെട്ടുകയാണ്. എന്നിട്ട് ഡോക്ടർ വന്ന് നോക്കുമ്പോ പറയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ മുറിവ് സുഖമായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. അത് അസ്മാഉൽ ബദർ ശുഹദാക്കളെ പേര് ചൊല്ലിയതിന്റെ ഫലമാണ്. അല്ലാഹ് നമ്മളെ ഇന്നത്തെ മജ്ലിസിൽ നമ്മുടെ ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ടുണ്ട്. അത് കബൂലാക്കണേ അല്ലാഹ്. ആമീൻ പറ. ആരെങ്കിലൊക്കെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. ചെല്ലി എല്ലാ ഗുണങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ, ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദരീങ്ങളെ കൊണ്ട് ആമീൻ പറയണം. കൈ പൊക്കിയിട്ട് ആമീൻ പറയണം. പെണ്ണുങ്ങളൊക്കെ പരമാവധി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ആമീൻ പറയണം. ആണുങ്ങൾ തല മറച്ചുകൊണ്ട് ആമീൻ പറയണം. യാ അല്ലാഹ്, 16ാമത്തെ വയസ്സിൽ ബദറിൽ ഷഹീദായ മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഏത് സിഹർ ഞങ്ങൾക്ക് ആർക്ക് ഉണ്ടെങ്കിലും അല്ലാഹ് ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കൂടിയവരെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്. 40 മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് കൂടിയാൽ ഒരാള് വലിയാണ്, സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അതാരാണ് റബ്ബേ നിനക്കാണ് അറിയുക. ഞങ്ങളെ മജ്ലിസിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ പാതിര കഴിഞ്ഞ നേരത്ത് ഇവിടെ റഹ്മത്തിന്റെ മലായികത്ത് വന്നിട്ടുണ്ട്. ഉബൈദുല്ലാഹ് തങ്ങളെ റൂഹുമായി ബന്ധമുണ്ട്. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഖുർആനിലുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ബദറിന്റെ പടക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിനോട് അതേ സ്വന്തം മകൻ പടവരുതാൻ വന്നപ്പോ മകനെ പ്രശ്നമാക്കിയില്ല. മകനായാലും ബാപ്പയായാലും ആരായാലും അല്ലാഹുവിന്റെ റസൂലിനെതിരിൽ വന്നാൽ ബന്ധാറങ്കിരിബരി നടുപോർ കള്ളത്തിൽ കോട കള്ളിത്ത് മാറിലെ
ബഹുകേമാ ചൊടിയുടെ കടുവൈ പരിശോരു പുരുഷരദാ. ആ മകൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ ആര്? അയാളുടെ പേര് അബ്ദുൽ കഅബ എന്നാണ്. ബദ്ർ യുദ്ധം നടക്കുമ്പോ അള്ളാന്റെ റസൂലിനെ വെല്ലുവിളിച്ച് ഡേയ് എന്റെ ബാപ്പ എവിടെ എന്ന് ചോദിച്ചു വന്നു ആര്? അബ്ദുൽ കഅബ. പക്ഷേ റസൂലുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ദേഷ്യം പിടിച്ച് വാളും എടുത്ത് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞു ഇസ്ബിർ. റസൂലുള്ള പറഞ്ഞു തൊടാ ദീർഘരോ, ക്ഷമിക്കൂ അബൂബക്കറെ, ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. രണ്ടാമതും ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാലെടുത്ത് പുറത്തേക്ക് പോകാൻ ആ ഹൈമയുടെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ. ആ ഹൈമയുടെ ഉള്ളിൽ നിന്ന് വാളും എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. പിന്നെ കണ്ടോ ബഹുമാനപ്പെട്ട രണ്ടങ്ങള് അവസാനം എന്തായി എന്നറിയോ? ഫത്ഹ് മക്കന്റെ കാലത്ത് ഈ മകൻ ഇസ്ലാമിലേക്ക് വന്നു. റസൂലുള്ളാഹിന്റെ വലിയ ഖാദിമായി മാറി. ചിന്താര പുകളുടയ അതികവർക്കുൽ വകവോരനത്തിൽ മുദിയോർ ജഹത്താത്തൊയിൽ. ബഹുമാനപ്പെട്ട ആ സഹാബി എന്തായി? കന്താല ചുടർ ഇസ്ലാമിൽ കടക്ക് മുന്നം അവർക്ക് അബ്ദുൽ കഅബ തണ്ടിസിന സകലോർ ഗളവിളി ബോധപ്പെടനാൽ ചിന്ത. പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവരെ പേര് അല്ലാഹുവിന്റെ റസൂൽ മാറ്റിയിട്ട് അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടു. അവസാനം അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് വഫാത്തായി പോയ, ദീനിന് വേണ്ടി പിടഞ്ഞു മരിച്ചുപോയ സയ്യിദുന അബ്ദുറഹ്മാൻ എന്നാണ് റളിയല്ലാഹു അൻഹു. അതവരുടെ പേര്. അതുകൊണ്ട് ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സ് കബൂലാക്കണേ അല്ലാഹ്, സദസ്സ് കബൂലാക്കണേ അല്ലാഹ്. ഉമൈർ ഇബ്നുൽ ഹുമാം 16ാമത്തെ വയസ്സിൽ ഷഹീദായ ആ കുട്ടിയായ സ്വഹാബിയുടെ പേര് മുബശ്ശിർ. നമ്മളെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല പേരാണ് മുബശ്ശിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സ്വഹാബികളുണ്ട്. ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, സഫ്വാൻ ഇബ്നു ബൈളാ റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു, യസീദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഒരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ സദസ്സ് വലിയ ബറക്കത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ പറയാണ്, മുഅ്മിനീങ്ങളോട് പറയാണ്, ഇതാ പല പരിപാടികൾ ഇവിടുത്തെ SYS മുസ്ലിം ജമാഅത്ത് SSFന്റെ പ്രവർത്തകർക്ക് പല പരിപാടികളുണ്ട്. എല്ലാത്തിനും ക്യാഷ് വേണം. കരയിൽ നിന്നൊരു ഉസ്താദിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരുപാട് ക്യാഷ് ആദ്യം അടക്കണം, പിന്നെ ടിക്കറ്റിന് ക്യാഷ് വേണം. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ചിലപ്പോ കരയിലെ ഉസ്താദുമാരെ കിട്ടുമോന്നറിയൂല. കാരണം കേരളത്തിൽ കാസർഗോഡ് നിന്ന് ഒരു ഉസ്താദിനെ എറണാകുളത്തേക്ക് എത്തിക്കും പോലല്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ ക്ലാസ് വെക്കണം, പരമ്പരയായ ക്ലാസുകൾ വെക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. പാവങ്ങളെ സഹായിക്കണം, തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് മാത്രല്ല, ഇവിടത്തെ ഒരു ഓഫീസ് വേണം. ഇത് ചെറിയൊരു ഓഫീസാണ്, അത് പോരാ. നല്ലൊരു മീറ്റിംഗ് കൂടാൻ. അത് മാത്രല്ല, പ്രവർത്തകർ ഇന്ന് എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കരയിൽ ഇന്നൊരു ഉസ്താദ് വന്നാൽ, 1-2 ഉസ്താദുമാര് വന്നാലും എപ്പോഴും ഓരോ വീട്ടുകാരോട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാലും അത് എപ്പോഴും നടക്കൂല. അതുകൊണ്ട് ഉസ്താദുമാർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു ഓഫീസ് വേണം. അതിൽ എല്ലാ സൗകര്യങ്ങളും വേണം, അതിനൊക്കെ ക്യാഷ് വേണം. ലാൻഡ് ഞങ്ങളെ കയ്യിലില്ല ഉസ്താദേ. അള്ളാഹു എല്ലാം സഹലാക്കി കൊടുക്കണേ അല്ലാഹ്. ബിൽഡിംഗ് നമ്മുടെ പ്രവർത്തകർ സംഘടനയുടെ കയ്യിലില്ല. അള്ളാഹു റാഹത്താക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ബദറിൽ ചെന്നിട്ട് അവര് അതാ നെഞ്ചു കാട്ടിക്കൊടുത്ത് ഷഹീദായി. നമ്മളങ്ങനെ മാത്രല്ല, ബ്രിട്ടീഷുകാരനോടും അതിന്റെ മുമ്പ് പോർച്ചുഗീസുകാരനോടും, ലക്ഷദ്വീപിലെ ആൺകുട്ടികൾ മാത്രല്ല പെണ്ണുങ്ങളും, ഒരു പാറല്ലേ ആക്കത്തിലൊരു പാറ, അത് വെള്ളക്കാരന്റെ മുമ്പിൽ ഒരിക്കലും കീഴടങ്ങാതെ തന്റെ സ്ത്രീത്വം കാത്തുരക്ഷിച്ചതായ ഈമാനുള്ള അഭിമാനമുള്ളവരായ അതേ ലക്ഷദ്വീപിലെ ഒരു പെണ്ണിന്റെ പേരിൽ
ഒരു പാറയുടെ അടി അവിടെ അറിയപ്പെടുന്നില്ലേ? അക്കത്തീൽ അറിയപ്പെടുന്നില്ലേ? അതുകൊണ്ട് അവരെ മാതിരിയുള്ള ത്യാഗങ്ങളൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്നല്ലാഹ അശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. അംവാൽ എന്ന് പറഞ്ഞാൽ സ്വത്ത്, പൈസ, അത് നൽകണം. എന്തിന്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹു ഖുർആനിൽ പറയാൻ. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരാള് ഒരു 5000 ഉറുപ്യ ഒരു 3, 4, 5 മാസത്തിന്റെ ഉള്ളിൽ റബീഉൽ അവ്വൽ ആകുന്നതിന് മുമ്പ് കൊടുത്താലും തരക്കടില്ല. ഇപ്പൊ തന്നെ കൊടുത്തോളന്നില്ല. ഈ പരിപാടിന്റെ വിജയത്തിന് വേണ്ടിയിട്ട്, ഈ സംഘടനകളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരാൾ തരുമോ? ഇപ്പൊ തന്നെ വേണ്ട, റമദാനിന് വേണമെന്നില്ല. ചോദിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥകളൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇന്നലെ മിഞ്ഞാവും 4 നാളക്കങ്ങൾ എല്ലാവരും കൊടുത്തവരാണ്, ലേലം ചെയ്തെടുത്തവരാണ്. ബറക്കത്തിന് ഒരാൾ 5000 ഏറ്റെടുക്കുവോ? അത് അൽഹംദുലില്ലാഹ് 2 ആൾ ഏറ്റെടുത്തു. 2 ആളും സയ്യിദന്മാരാണ്. അല്ലാ, നമ്മളെ കോയത്തങ്ങള് അതാരാ? നമ്മളെ മുഖ്താർ തങ്ങളാണോ ബാക്കിലുള്ളത്? അതെ, എനിക്കത് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കാണൂല, അതുകൊണ്ടാണ്. അല്ലാ, 2 ആളും ഏറ്റെടുത്തു 5000 വീതം. ആമീൻ പറയും. ഒരു പൈസയും മുടക്കില്ലെങ്കിൽ, കൊടുക്കാൻ പറ്റൂലെങ്കിൽ ആമീൻ പറയണതിന് മുടക്കില്ലല്ലോ. ആ 2 ആളും എന്താണോ മനസ്സിൽ കരുതിയത്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറായ അവസ്ഥ നൽകണേ അല്ലാ. വഫാത്തായ ബാപ്പമാര്, വഫാത്തായ ഉമ്മമാര്, ഞങ്ങളിൽപ്പെട്ട പലരുടെയും ബാപ്പമാര്, എന്റെ വാപ്പയടക്കം മരിച്ചുപോയി. അല്ലാ, എത്ര ആൾക്കാരാണ് ഉമ്മക്ക് വേണ്ടി ദുആരിക്കണം, ബാപ്പയ്ക്ക് വേണ്ടി ദുആരിക്കണം. അല്ലാഹുവേ, ഖൈറായ നിലക്കെത്തിക്കണേ അല്ലാ. ഞങ്ങൾ ാണ് കരയിലായാലും ദ്വീപിലായാലും റബ്ബേ, അവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട കോയത്തങ്ങൾ, എബി കോയത്തങ്ങൾ. അവരെ കൂട്ടുകാർ, ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ്, മുഖ്താർ തങ്ങളുടെ കൂട്ടുകാരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. പറഞ്ഞൊരു സൂറത്താണ് അലം നശ്റഹ് എന്ന സൂറത്ത്. അതൊന്ന് കൊണ്ടൂർ ഉസ്താദിന്റെ പേരിൽ ഒരു വട്ടം ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അൽഹംദുലില്ലാഹ്. ഒരു സന്തോഷങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പത്തെ അവസ്ഥയിൽ ലക്ഷദ്വീപില് ഇത്ര ആളെ എവിടെ ഉണ്ടാവില്ല. ഒരു ഹക്കാണ്. ഇമാദുദ്ദീൻ പോലീസ്, ഞാൻ എത്ര വയല് പറഞ്ഞില്ലേ, അയാൾ ഞാൻ കടമത്ത് കഴിഞ്ഞെല്ലാം വയലിന് വന്നപ്പോൾ അവിടെ വയലിന് എല്ലാ ദിവസവും ഉണ്ടായി. അതിന്റെ മുമ്പ് ഞാൻ ചെത്തിലാത്ത് വയലിന് പോയപ്പോ എല്ലാ ദിവസവും ഉണ്ടായി. അതിനേക്കാളൊക്കെ ഡബിൾ ആളില്ലേ ഇവിടെ. അൽഹംദുലില്ലാഹ്, അതൊരു ബറക്കത്താണ്. ഉബൈദുല്ലാ തങ്ങളെ ബറക്കത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. അതേമാതിരി ചില സ്ഥലത്ത് ചെറുപ്പക്കാര് തീരെ ഉണ്ടാവില്ല. ഇവിടെ പ്രവർത്തകരിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. ഖൈറിന് വേണ്ടിയുള്ള ഒരു ആഫിയത്തും ഇൻട്രസ്റ്റും താല്പര്യവും ഒക്കെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നൽകണേ അല്ലാഹ്. പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരണം. അത് നമ്മളെ SLCക്ക് പഠിക്കണേ, +2 പഠിക്കണേ, ഡിഗ്രിക്ക് പഠിക്കണേ കുട്ടികളൊക്കെ സദസ്സിൽ ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ്. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾക്ക് ഇനിയും ഇതുപോലത്തെ സദസ്സിൽ ഒരുമിച്ചൂടാൻ, നിങ്ങൾക്കും എനിക്കും ഒരുമിച്ചൂടാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത് നമ്മൾ അവസാനത്തെ മജ്ലിസ് ആക്കരുതേ അല്ലാഹ്. അല്ലേ, അവസാനത്തെ മജ്ലിസ് ആക്കരുതേ അല്ലാഹ്. അതിലിടുക ആയിക്കോട്ടെ. എല്ലാവരും ഒരു ബർക്കത്തിന് എന്തെങ്കിലും തരും. അത് തന്നിട്ട് പോകാൻ പാടില്ല, ദുആക്കണം. ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഏതായാലും ഇപ്പൊ ഇത്രയും സമയം ഇരുന്നേ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على പോണ്ട ഇരിക്കണ്ട, അവിടെ തന്നെ നിൽക്കി, ഇരിക്കാനായിട്ടില്ല. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എനിക്ക് ഇഷ്ടമുള്ള ഉസ്താദാണ് MKM കോയ ഉസ്താദ്. അവരെ ഹദറത്തിലേക്ക് എന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഅദായിരുന്നു ആരുടെ? MKM കോയ ഉസ്താദിന്റെ വഅദ്. 2 ആളും വഫാത്തായി പോയി. അവരെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. 2 ആളെയും കൂടെ താജുൽ ഉലമാ തങ്ങളെ കൂടെ MKM കോയ ഉസ്താദിന്റെ കൂടെ
സൈഫുല്ലാഹ് പെരുമുഖം സൈനുദ്ദീൻ ഉസ്താദിന്റെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഖാസിം വലി അള്ളാന്റെ മക്കളുടെ പരമ്പരകൾ ഇതാ പടർന്ന് പന്തലിച്ചിരിക്കുന്നു അന്തറോത്തിൽ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ. നമ്മൾ ദ്വാരക്കല്ലേ, അതൊക്കെ ക്ഷീണം ഉണ്ടാവും, നല്ലോണം ക്ഷീണം ഉണ്ടാവും. ഇത് അതിനടുത്തേക്ക് ഉസ്താദേ, ഇത് ഈ പൈസ ബിസ്മില്ലാഹിർ റഹ്മാൻ പൈസ എടുത്തിട്ട് ബക്കറ്റ് ഇടുന്നത്, ബക്കറ്റ് കൊണ്ട് ആവശ്യം വേറെ ബക്കറ്റ് കാര്യമാക്കിയിട്ട് എടുത്തത് ഹൈർ നൽകണേ അല്ലാഹ്, മുസ്ലിം ലോകത്തിന് ഹൈർ നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. ദുആക്ക് ചെറിയൊരു ദുആ, അല്ലാഹു ചെറുതാണെങ്കിൽ അല്ലാഹു ഇത് ഖബൂലാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് നമ്മളെ ഹാഷിം സഖാഫി ഉസ്താദ് ഇവിടെ വന്നതിന് ശേഷം എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. വരുമ്പോൾ കരയിന്ന് വിളിച്ചെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജസീലാണ് എല്ലാ സംഗതിയും ചെയ്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ബദരീങ്ങളെ പേരിൽ എല്ലാവരും ഖത്തം ഓതണം. നമ്മൾ നേരത്തെ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടുണ്ട്. ബദരീങ്ങളെ പേര് ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ ഓതണം. അത് വെറുതെ ഒരു ജാതി സ്പീഡാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല, ഓതണം. അത് എല്ലാവരും പങ്കാളിയാകണം. സ്ത്രീകളും ബദരീങ്ങളെ പേരിലുള്ള ആ ഖത്തം ലാസ്റ്റ് ദ്വാരക്കും ഞായറാഴ്ച രാത്രി, അങ്ങനല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ഒരുപാട് ഇവിടെയുള്ള ഈ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ ബറക്കത്തുമുണ്ട്, ഇവിടെ പങ്കെടുത്ത മലായിക്കത്തുൽ കിറാമിന്റെ ബറക്കത്തുമുണ്ട്, ഈ രാവിന്റെ ബറക്കത്തുമുണ്ട്, റമദാനിന്റെ ബറക്കത്തുമുണ്ട്. അല്ലാഹ് ഞങ്ങളിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ വയന്ന് പറയാന്നല്ലാതെ അമല് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണില്ല. പഠിച്ചവനെ ഞങ്ങളെ ഇനിയെങ്കിലും ഒന്ന് നന്നാക്കി തരണേ റഹ്മാനെ. ഖുർആനുമായിട്ടുള്ള ബന്ധം യാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഈ മജ്ലിസിലുണ്ടാവും ഉണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് റമദാനുമായിട്ടുള്ള ബന്ധം ഖുർആനിലൂടെ കൂടുതൽ ശക്തമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ ഒരുപാട് ഓതാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ തഫ്സീർ പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളൊക്കെ, എനിക്കും മക്കളുണ്ട്, മക്കളുണ്ട്. അല്ലാഹുവെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാഹ്. അതബുള്ള മക്കളാക്കണേ അല്ലാഹ്. കുരുത്തം കെട്ട മക്കളാക്കരുതേ അല്ലാഹ്. നമ്മൾ വളരെ പേടിയോടുകൂടി കാണണം. ഇപ്പം ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചാണെങ്കിൽ ഡാക്ക് ബംഗ്ലാവിലേക്ക് കള്ളിങ്ങനെ സുലഭമായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഡാക്ക് ബംഗ്ലാവിൽ ജോലിയുള്ളവരാണ്, ലക്ഷദ്വീപുകാരാണ് ജോലിയുള്ളവർ. അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ ഒരു തുള്ളി കുടിച്ചു നോക്കും, ഉറപ്പാണ്. അപ്പൊ നമ്മളെ സമൂഹം വഴിതെറ്റും. അത് വലിയ വിഷമുണ്ടാക്കുന്ന സംഗതിയാണ്. മുസ്ലിമീങ്ങൾ 100% താമസിക്കുന്ന മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഈ നാടുകളിൽ അള്ളാഹുവെ നീ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പക്കാർ എവിടെയാണെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒന്നും ഞങ്ങളെയും അവരെ ആരെയും, പ്രത്യേകിച്ച് ഞങ്ങളെ സ്വന്തം മക്കളെ വഴികേടിൽ ആക്കരുതേ അല്ലാഹ്. കള്ളും പെണ്ണും ദുർമാർഗത്തിലും ആക്കരുതേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ ഇത്രയും സമയം കയ്യിന് വേദന ഉള്ളവർ, കാലിന് വേദന ഉള്ളവർ, പ്രഷറുള്ളവർ, പ്രമേഹമുള്ളവർ ഒരുപാട് സമയമായി, 3 മണിയായി എന്ന് തോന്നുന്നു. ഇരിക്കുന്നത് എന്തിനാ? ഇപ്പം നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുകയാണ്. അല്ലാഹ് ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ള നിലക്കാണ്. ഞങ്ങളെ നിരാശരാക്കരുതേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ ഐനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ അമ്മാന്റെയും ബാപ്പാന്റെയും അവിടുത്തെ അളാപ്പമാരും മൂത്താപ്പമാരൊക്കെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസ് അല്ലാഹ് നീ വെറുതെയാക്കരുതേ അല്ലാഹ്. ഇതിനുവേണ്ടി കസാര ഇട്ടവര്, ഉസ്താദിനെ വിളിച്ച ഹാഷിം സഖാഫി അടക്കമുള്ള പ്രവർത്തകര്, അതുപോലെ ഇവിടെ മറ്റേ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ പോയിട്ട് പെർമിറ്റിന് വേണ്ടി ശ്രമിച്ചവർ, ടിക്കറ്റിന് വേണ്ടി ശ്രമിച്ചവർ, ഉസ്താദിന്റെ വഅദ പറയുന്ന ഉസ്താദിന്റെ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിച്ചവര്, ഭക്ഷണം തന്നവര്, അല്ലാഹ് അതെന്തൊക്കെ പോരായ്മ അവർക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നീ വിട്ടുപുറത്ത് അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ റഹ്മാനെ.
ഞങ്ങൾ കണക്കില്ലാത്ത ദോഷം ചെയ്തവരാണ്. ഇബാദത്ത് വളരെ കുറവാണ് ഞങ്ങൾ ഓതിയ, ഞാനടക്കമുള്ള മനുഷ്യന്മാർ ഓതിയ ഖത്മിന്റെ എണ്ണം വളരെ കുറവാണ്, ദിക്റിന്റെ എണ്ണം വളരെ കുറവാണ്. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ഖുർആനിന്റെ ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബ ജീവിതങ്ങളിൽ, ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ചുള്ള ജീവിതങ്ങളിൽ മിനിഞ്ഞാന്നൊരു സ്ത്രീയുടെ കത്ത് കിട്ടിയപ്പോ, ഒരു എഴുത്ത് കിട്ടിയപ്പോ, ഒരു സംഭാവനയോടുകൂടി എഴുത്ത് കിട്ടിയപ്പോ വലിയ സങ്കടമുള്ള എഴുത്താണ്. ഭർത്താവിന്റെ സ്വഭാവം കൊണ്ട് വീട്ടിൽ വളരെ വിഷമമാണ്. ഒരു സഹോദരി എഴുതിയിട്ടുണ്ട്, എന്താണ് ആ ഭർത്താവിന്റെ ഹാലി എന്നറിയൂല, കള്ളു കുടിക്കുന്ന ആളാണോ എന്നറിയൂല. അല്ലാഹുവേ, അങ്ങനൊക്കെ ഉണ്ടെങ്കിലും അവരെ നീ നന്നാക്കണേ റഹ്മാനെ. ഏത് വൃത്തികേടിൽപ്പെട്ടവരാണെങ്കിലും നീ അവരെ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെയും നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളൊക്കെ ഞങ്ങൾക്ക് ഉപകരിക്കണം. ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോ അവരെ കൊണ്ട് ദുആ കിട്ടണം. അല്ലാഹ്, ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാര് വാപ്പമാര്, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും മാതാപിതാക്കൾ പട്ടിണി കിടന്ന് ഞങ്ങളെ സ്നേഹിച്ചതാണ്. അല്ലാഹ്, ഇനി ആഖിറത്തിൽ ഖബറിൽ അവരെ നീ അദാബിലാക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് കാണണം, പലപ്പോഴും കാണണം, വെള്ളിയാഴ്ച രാവുകളിൽ കാണണം. ഈ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായ, ബറക്കത്തുള്ള മുഖത്തിന്റെ ഉടമയായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റാഹത്തുള്ള, ഞങ്ങളെ കൊള്ള പുഞ്ചിരിക്കുന്ന മുഖം, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷമുള്ളൊരു ടൈമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണ സമയത്ത്, നല്ല ഒരു ടൈമിൽ എൻ്റെ വാപ്പ മൗത്തായതുപോലെ റാഹത്തുള്ള ഒരു ടൈമിൽ എൻ്റെ വാപ്പ മൗത്തായത് മുഹറം മാസം 4 അന്നാണ്. രാവിലെ 6:30 മണിക്കാണ് മരിച്ചു കഴിഞ്ഞപ്പോ എന്തൊരു റാഹത്താണ്, മുഖത്തിനെന്തൊരു തെളിച്ചമാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മൗത്താകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ നാട്ടിലൂടെ ഒരുപാട് ആലിമീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല മുഅ്മിനീങ്ങൾ, സാധാരണക്കാർ, ഇവിടെ നിൽക്കുന്ന പലരുടെയും ബാപ്പമാര്, വാപ്പാന്റെ വാപ്പമാര്, ഉമ്മമാര്, ഉമ്മാന്റെ മാതാപിതാക്കൾ, അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഈ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാകാൻ ഒന്നും ചെയ്തിട്ടില്ല പടച്ചവനെ. ഞങ്ങളെ ഖൽബിൽ അങ്ങനെ ഒരു ബോധമുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പാപികളാണെന്ന ചിന്തയുണ്ട്. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, വലിയ ദറജയിൽ എത്തിയവരാണ്, അങ്ങനത്തെ കിബർ ഞങ്ങൾക്കില്ല, ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല എന്ന ചിന്ത ഉള്ളത് കൊണ്ട്, അതുകൊണ്ടെങ്കിലും ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതത്തിൽ അല്ലാഹ് ഞങ്ങൾക്ക് പടച്ചവനെ, ഇന്നലെ നമ്മൾ ആ പള്ളിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ ബാഖവി പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങള് സ്വഹാബിയാണ്, അവരെ കൂട്ടുകാരെ ഓരോരുത്തരെയും കൈസറിന്റെ രാജാക്കന്മാരെന്താ ചെയ്തത്, വലിയ ചട്ടിയിൽ എണ്ണ ഇങ്ങനെ കത്തിച്ചിട്ട് പതപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടു സ്വഹാബത്തിനെ. ഞങ്ങൾ അങ്ങനെ ഒന്നും സഹിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ദീനിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും കാലിന് വേദന വരികയാണ്, അപ്പോഴേക്കും ഞങ്ങൾക്ക് വിഷമം വരികയാണ്. ഞങ്ങളുടെ മനസ്സിൽ ഈമാനികമായ ഉറപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിലേക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. വേദനകൾ ശിഫയാക്കണേ റഹ്മാനെ. ഉള്ള രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് ഇതേമാതിരി സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇവിടുത്തെ സുന്നത്ത് ഈ സ്ഥലം തന്നവര്, അവരുടെ പേരറിയില്ല അല്ലെ, അവര് കുടുംബമാണ്. ആ കുടുംബത്തിന് വലിയ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിൽ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബക്കാർക്ക് ഇനിയും ദീനുമായി, ദീനിന്റെ വിഷയങ്ങളുമായി സഹകരിക്കാൻ. അതുപോലെ ഇപ്പൊ ഞാനിതാ ഈ ഇവിടെ താമസിക്കുന്ന ഈ വീട് നമ്മളെ ഷെയ്ഖ് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥന്മാരുടെ വീടാണ് ഈ വീട്. അതുപോലെ നമ്മളെ ഹാഷിം സഖാഫിയുടെ വീട്. കരയിൽ നിന്ന് ഞാൻ വരുമ്പോ അൽഹംദുലില്ലാഹ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മളെ പ്രിയപ്പെട്ട ജസീൽ, അവർക്കൊക്കെ ഖൈർ ബറക്കത്തുകൾ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك من النار، فاجعل رقابنا من تلك الرقاب يا تواب يا وهاب.
اللهم اجعلنا من الفائزين بشهر رمضان اللهم اجعلنا من الفائزين بالصيام اللهم اجعلنا من الفائزين بالقيام اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وارزقنا تلاوته آناء الليل وأطراف النهار. ഞങ്ങൾ ബദരീങ്ങളെ പേര് ചൊല്ലിക്കൊണ്ടാണ് ഇന്നത്തെ മജ്‌ലിസ് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ പോയിട്ടും ബദരീങ്ങളെ മദ്ഹ് പറയണം. ഇവിടത്തെ പ്രവർത്തകരെ അവിടെയും നീ പ്രവർത്തകരായി ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ബദരീങ്ങളെ പൊരുത്തം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. മറ്റന്നാളെ ശനിയാഴ്ച രാത്രി ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന കരയിൽ നടക്കുന്ന ബദരീങ്ങൾ ആണ്ടുകളും ഇവിടെ നടക്കുന്ന ഞായറാഴ്ച രാത്രിയാണ് ഇവിടുത്തെ 17-ാം രാത്രി എല്ലാം ബദരീങ്ങളെ പൊരുത്തമുള്ളതാക്കണേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ വലിയൽ ഹസനാതി يا رفيع الدرجات كفرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم علم سري وأخفى مستجيب دعواتي ربي وارحمنا جميعا بجميع صالحاتي آمين 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 يا رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني യാ റസൂലല്ലാഹ്. എൻ്റെ പെങ്ങളെ ഭർത്താവിന് 10-45 വയസ്സായിട്ടുള്ളൂ, ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അയാളെ രോഗം എന്താണെങ്കിലും ശിഫയാക്കണേ റഹ്മാനെ. എൻ്റെ ഉമ്മയും ഇന്ന് ഒരുപാട് സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചൊല്ലപ്പെട്ട സ്വലാത്തുകളെ ബറക്കത്തുകൊണ്ട് എൻ്റെ ഉമ്മയുടെ മനസ്സിന് നല്ല റാഹത്ത് സമാധാനം നൽകണേ റഹ്മാനെ. ശരീരത്തിൻ്റെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ പരമ്പരകൾ, എൻ്റെ പരമ്പരയും ഞങ്ങളെല്ലാവരും മക്കള് പരമ്പരയും ബറക്കത്തുള്ള ആലിമീങ്ങളെ കൊണ്ട് മാത്രം, അങ്ങനത്തെ മക്കളെ കൊണ്ട് മാത്രം, ബറക്കത്തുള്ള ആലിമാത്ത് പെൺമക്കളെ കൊണ്ട് നീ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ കുടുംബങ്ങളിൽ മക്കള് പരമ്പരകളിൽ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയുള്ള മക്കള് പരമ്പരകൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചെയ്ത് ഹദിയ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി ഇൽമു പറഞ്ഞു
കൊടുത്തു. അങ്ങനെ ഹദിയ ചെയ്തിട്ട് ഞങ്ങളെ ഖബറിലേക്ക് വലിയ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. വസല്ലി വസല്ലിം അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.